ടെക്നിക്ക് നമ്മൾ പഠിപ്പിച്ചുകൊണ്ട് പോകുന്നു. അപ്പൊ നമ്മൾ പഠിപ്പിക്കുന്ന ഈ വിദ്യ അറിയപ്പെടുന്നത് ശിവകുണ്ഡലിനി യോഗം, ആയുഷ്കല എന്നുള്ളത്. ശിവകുണ്ഡലിനി യോഗം എന്ന് പൊതുവെ അതറിയപ്പെടും. ഇതൊരു ആയുഷ്കല ധ്യാന മെത്തേഡാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം എനിക്ക് ഒരാൾ മെസ്സേജ് അയച്ചു, സാർ ഞാൻ ഈ ആയുഷ്കലയുടെ ലെവൽ 1 പ്രാക്ടീസിൽ ഞാൻ ജോയിൻ ചെയ്തു. എപ്പോഴാണ് ഇനി ധ്യാനം പഠിപ്പിക്കുന്നത്? വളരെ രസകരമായ ഒരു ചോദ്യമാണ്. ഞാൻ ആയുഷ്കലയിൽ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. എപ്പോഴാണ് ഇനി ധ്യാനത്തിന്റെ ക്ലാസ്സുകൾ എന്ന് മുതൽ ആരംഭിക്കും എന്നുള്ളതായിരുന്നു ചോദ്യം. നമ്മുടെ ശിവകുണ്ഡലിനി യോഗം ആയുഷ്കലയെ പറ്റി പറയുന്നത് തന്നെ ഇതൊരു ധ്യാന വിദ്യ എന്നുള്ളത്. ധ്യാനത്തെ പറ്റിയുള്ള നമ്മളുടെ കാഴ്ചപ്പാടുകൾ തികച്ചും വ്യത്യസ്തമാണ്. അഷ്ടാംഗ യോഗ മാർഗത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ 7ാമത്തെ സ്റ്റെപ്പായിട്ടാണ് മഹർഷി പതഞ്ജലി ധ്യാനത്തെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. പല ക്ലാസ്സുകളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. അഷ്ടാംഗം, 8 അംഗങ്ങളുള്ള 8 സ്റ്റെപ്പുകളുള്ള ഒരു മെത്തേഡ്. അപ്പൊ ഇതിലെ ഒരു ടെക്നിക്കാണ് ധ്യാനം എന്നുള്ളത്. അപ്പൊ പലരും ഇപ്പോഴും ചോദിക്കാറുണ്ട്, ആയുഷ്കലയ്ക്ക് ശേഷമാണോ ഇനി എപ്പോഴാണ് ധ്യാനം പഠിപ്പിക്കുന്നത് എന്നുള്ളത്. ആയുഷ്കലയിൽ നമ്മൾ ചെയ്യുന്ന ഓരോ മെത്തേഡുകളും ലെവൽ 1 നമ്മൾ ആയുഷ്കല ആരംഭിക്കുന്നത്, അല്ലെ? അത് നമ്മൾ ചെയ്യുന്ന ഓരോ മെത്തേഡുകൾക്ക് ശേഷവും നിങ്ങൾ ഇരിക്കുന്നത് ഒരു ധ്യാനമാണ്. എന്താണ് യഥാർത്ഥത്തിൽ ധ്യാനം എന്ന് പറഞ്ഞാൽ? ധ്യാനം നിർവിഷയമന, ധ്യാനം ആത്മസ്വരൂപസ മനസ്സ വേദനം ഖലു എന്നൊക്കെ ഒരുപാട് ശ്ലോകങ്ങൾ ധ്യാനത്തെ പറ്റിയുണ്ട്. അതായത് മനസ്സിനെ ശാന്തമാക്കി, മനസ്സിനെ നിശ്ചലമാക്കി ഒരു ആനന്ദാവസ്ഥയിൽ നമ്മൾ ഇരിക്കുന്നതാണ് ധ്യാനം. എന്തിനാ നമ്മൾ ധ്യാനം പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്? നിങ്ങൾ എല്ലാവരും എന്തിനു വേണ്ടിയായി ആയുഷ്കലയിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്? ജീവിതത്തിൽ ഒരു ശാന്തി ഉണ്ടാകും, അല്ലെ? ശരീരത്തിന് നല്ല ആരോഗ്യം ഉണ്ടാകും, രോഗങ്ങളൊന്നും വരാൻ പാടില്ല, നമ്മളുടെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ നേരിടുന്ന വിവിധ രോഗങ്ങൾ ഉണ്ടാകാം, ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാവാം. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള്, ഇതൊക്കെ നമ്മളുടെ ജീവിതശൈലി രോഗങ്ങളാണ്. ഇനി നമുക്ക് ജനറ്റിക്കലി അച്ഛന്റെയും അമ്മയുടെയും ജീനിലൂടെ പകർന്നു തന്ന പാരമ്പര്യമായിട്ടുള്ള എന്തെങ്കിലും രോഗങ്ങളൊക്കെ ചിലർക്ക് ഉണ്ടാകാം. ധാരാളം പേര് ആയുഷ്കല ചെയ്യുമ്പോൾ ചോദിക്കാറുള്ളത്, എന്റെ ഈ രോഗം മാറുമോ, ആ രോഗം മാറുമോ എന്നുള്ളതാണ്. നമ്മൾ പറയാറുണ്ട്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യൂ, നിങ്ങൾ ഒരു മെഡിസിനും നിർത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആയുർവേദം ഉപയോഗിക്കുന്നവരായിരിക്കും, അലോപ്പതി ഉപയോഗിക്കുന്നവരായിരിക്കും, ഹോമിയോപ്പതി ഉപയോഗിക്കുന്നവരായിരിക്കും, സിദ്ധവൈദ്യം പിന്തുടരുന്നവരായിരിക്കും, പ്രകൃതി ചികിത്സ ചെയ്യുന്നവരായിരിക്കും, ഹോളിസ്റ്റിക് മെഡിസിൻസ് എന്ന രീതിയിൽ യോഗയോ മറ്റു മെത്തേഡുകളൊക്കെ ചെയ്യുന്നവരായിരിക്കും. ഈ ആയുഷ്കല, ഈ ക്രിയകളൊക്കെ ഹോളിസ്റ്റിക് മെഡിസിന്റെ വിഭാഗത്തിലാണ് വരുന്നത്. അപ്പൊ അതൊന്നും നിങ്ങൾ നിർത്തേണ്ട ആവശ്യമില്ല. ആ മരുന്നുകളൊക്കെ അങ്ങനെ തന്നെ കഴിക്കുക. ഒപ്പം നിങ്ങൾ ഈ ആയുഷ്കല കൂടി പ്രാക്ടീസ് ചെയ്യാനാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം എനിക്ക് ഒരാൾ ഒരു മെസ്സേജ് അയച്ചു. അദ്ദേഹം വിഷാദ രോഗം എന്ന് വിളിക്കുന്ന ഒരു രോഗം നിങ്ങൾ കേട്ട് കാണും. വിഷാദം ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ, ഒട്ടുമിക്ക രാജ്യങ്ങളിലും വിഷാദ രോഗികളുണ്ട്. ഇന്ത്യയിലും കേരളത്തിലും വിഷാദ രോഗികളുടെ എണ്ണം കുറവല്ല. വിഷാദ രോഗത്തിന് പല കാരണങ്ങളുണ്ട്, അല്ലെ? പല പല കാരണങ്ങൾ വിഷാദ രോഗത്തിനുണ്ട്. അപ്പൊ നമ്മളുടെ ഈ ക്രിയ പഠിക്കാൻ വന്ന ഒരാള് ഈ പറഞ്ഞ വിഷാദ രോഗത്തിൻ്റെതായിട്ടുള്ള പിടിയിലകപ്പെട്ട ഒരാളാണ്. അദ്ദേഹം മെഡിസിൻ കഴിക്കുന്നുണ്ട്. ഇന്നത്തെ ക്ലാസ്സിലുണ്ടോ എന്നറിയില്ല, പേര് പറയില്ല. ഇങ്ങനെ ധാരാളം അനുഭവങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ക്ലാസ് എടുക്കുമ്പോൾ ഉണ്ടാകാറുണ്ട്. മെഡിസിൻ അദ്ദേഹം ഏതാണ്ട് 1 വർഷമായിട്ട് വിഷാദ രോഗത്തിന് മെഡിസിൻ കഴിക്കുന്നുണ്ട്. അപ്പൊ ഡോക്ടർ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ ഇടയ്ക്ക് അദ്ദേഹം വേറൊരു ഡോക്ടറെ കണ്ടപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ഈ മെഡിസിൻ കഴിക്കുന്നതിനൊപ്പം തന്നെ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുന്ന എന്തെങ്കിലും മെത്തേഡുകൾ കൂടി ചെയ്യും. കാരണം മനസ്സ് ടെൻസ്ഡ് ആകും, നിയന്ത്രിക്കാനാവാത്ത ചിന്തകളും നിയന്ത്രിക്കാനാകാത്ത ആഗ്രഹങ്ങളും ഇമോഷൻസും മനസ്സിൽ രൂപപ്പെടും. അത് ദേഷ്യമായും ക്രോധമായും ദുഃഖമായും നമ്മുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. അത് അധികരിച്ചു വരുമ്പോൾ മനസ്സിന്റെ ആധി കൊണ്ട് നമുക്ക് വ്യാധി രൂപപ്പെടും, അല്ലെ? സൈക്കോസോമാറ്റിക് ഡിസോർഡേഴ്സ് എന്ന് വിളിക്കുന്ന ഒരു വിഭാഗം തന്നെയുണ്ട്. മനസ്സിന്റെ ആധി കൊണ്ട്, മനസ്സിന്റെ ടെൻഷൻ കൊണ്ട്, മനസ്സിന്റെ ഭയം കൊണ്ട് ആധി കൂടി വ്യാധിയാവുക എന്ന് പറയുന്നു. അപ്പോ ഇദ്ദേഹം അങ്ങനെ കണ്ട പുതിയ ഡോക്ടർ, അദ്ദേഹത്തിന് എന്ത് യോഗ മേഖലയൊക്കെ ആയിട്ട് കണക്ഷൻ ഉള്ള ഒരാളാന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങള് പ്രാണായാമം, ധ്യാനം, ഈ 2 മെത്തേഡുകൾ നിങ്ങളൊന്ന് ചെയ്യും. നിങ്ങൾ മരുന്നൊന്നും നിർത്തേണ്ടതില്ല. പക്ഷെ മരുന്ന് കഴിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. മരുന്ന് കൊണ്ട് സാധിക്കാത്തത് പലതും
മന്ത്രം കൊണ്ട് സാധിക്കും എന്ന് പറയും. മരുന്നും മന്ത്രവും സംയോജിതമായിട്ട് വരും. അങ്ങനെ അദ്ദേഹം നമ്മളുടെ ശിവകുണ്ഡലിനി ആയുഷ് കലയുടെ കോഴ്സിൽ അദ്ദേഹം ജോയിൻ ചെയ്തു. അദ്ദേഹം അത് പ്രാക്ടീസ് ചെയ്തു. കൃത്യമായിട്ട് അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. വളരെ വലിയ അനുഭവങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് നിയന്ത്രിക്കാനാകാത്ത എന്റെ മനസ്സിനെ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയും. അതിനുശേഷം അദ്ദേഹം ഒരിക്കൽ കൂടി ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടറെ കാണാനുള്ള സമയമായിട്ടുള്ള ഒരു താങ്ക്സ് പറയാൻ പോയതാണ്. അങ്ങ് ഈ മരുന്ന് കുറിച്ച് തന്നതിനൊപ്പം തന്നെ എന്നെ ഒരു മെഡിറ്റേഷനിലേക്ക് അങ്ങ് പറഞ്ഞു വിട്ടു. അപ്പൊ ഇപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ് ശാന്തമാണ്. അദ്ദേഹത്തിന്റെ മെഡിസിന്റെ വിഷാദ രോഗത്തിന് കഴിക്കുന്ന അതിന്റെ അളവ് കുറച്ചുകൊണ്ട് വരുന്നു. മനസ്സ് ശാന്തമാക്കി നിർത്താൻ അദ്ദേഹം പഠിക്കാൻ കഴിയുന്നു. വളരെ റിലാക്സേഷൻ ഉണ്ടാകുന്നു, ഒരു ആനന്ദം ഉണ്ടാകുന്നു, സന്തോഷം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ അനേക അനുഭവങ്ങൾ നമ്മൾ ഈ ആയുഷ്കല കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും, എനിക്ക് എന്നതുപോലെ നമ്മൾ ഇൻസ്ട്രക്ടേഴ്സിനും ഒക്കെ അനുഭവങ്ങൾ ഉള്ളവരാണ്. വേർ ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ. നിങ്ങളുടെയൊക്കെ ഇച്ഛാശക്തി ഉണ്ടോ? ഒരു കാര്യം നേടണം എന്ന ആഗ്രഹം നിങ്ങൾക്കുണ്ടോ? അല്ലെങ്കിൽ ഒരു കാര്യം മാറ്റിയെടുക്കണം എന്ന് തീവ്രമായി നമ്മൾ ആഗ്രഹിക്കുന്നു, അത് സംഭവിച്ചിരിക്കുന്നു. ഒരു സംശയവും വേണ്ട. നടക്കില്ല, ഞാൻ വളരില്ല, ഞാൻ ഉയരില്ല, എന്റെ ജീവിതം ഇങ്ങനെയായിപ്പോയി, ഞാൻ രോഗിയാണ്, എനിക്ക് ജോലി കിട്ടില്ല, എനിക്ക് വിവാഹം നടക്കില്ല, എനിക്ക് സാമ്പത്തികമായ ഉന്നമനം ഉണ്ടാവില്ല, ഇല്ല 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 എന്നാണ് നിങ്ങൾ മനസ്സിൽ തുടർച്ചയായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഇല്ലായ്മ ജീവിതത്തിൽ ഉണ്ടാകും. നാം എന്ത് ചിന്തിക്കുന്നുവോ നാം അതായി തീരുന്നു എന്നുള്ളതാണ് യൂണിവേഴ്സൽ ലോ. നിങ്ങൾക്കിപ്പോ ഒരു വിഷമതയുണ്ട്, അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നമുണ്ട്, കുടുംബത്തിൽ കുടുംബാംഗങ്ങളൊക്കെ ആയിരിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ചെക്കലുകൾ ഉണ്ടാകും. അതിന്റെ പേരിലുള്ള ചെറിയ ചെറിയ ടെൻഷൻസ് നമുക്ക് ഉണ്ടാകും. സ്വാഭാവികമാണ്. ഞാനും ഗൃഹസ്ഥനാണ്, നിങ്ങൾ ഓരോരുത്തരും ഗൃഹസ്ഥരാണ്. അല്ലെ, ഗൃഹസ്ഥാശ്രമ ജീവിതത്തിൽ നമ്മള് എന്താണ് നൂൽപ്പാലത്തെ കൂടിയുള്ള നടപ്പാണ്. ഒരു സന്യാസാശ്രമത്തിലേക്ക് പോകുന്ന ഒരാൾക്ക് പ്രത്യേകിച്ച് ഭാര്യയെ നോക്കേണ്ട ആവശ്യമില്ല, മക്കളെ നോക്കേണ്ട ആവശ്യമില്ല, അല്ലെ, മാസം ലോൺ അടയ്ക്കുന്നതിനെ പറ്റി അദ്ദേഹം വിചാരിക്കേണ്ടതില്ല. സന്യാസം ശ്രേഷ്ഠമാണ് കേട്ടോ, ആ ശ്രേഷ്ഠമായൊരു വിഭാഗമാണ് സന്യാസം എന്നുള്ളത്. പക്ഷെ ഗൃഹസ്ഥാശ്രമിയായ നമ്മൾക്ക് ഓരോരുത്തർക്കും ഗൃഹസ്ഥാശ്രമത്തിൻ്റെതായിട്ടുള്ള ചില കാര്യങ്ങൾ നേരിടാനുണ്ട്. കുടുംബം ഉണ്ട്, നമുക്ക് ജോലിയുണ്ട്, നമുക്ക് മക്കളുണ്ട്. അതേപോലെ നമ്മൾ വീട് വെച്ചത് ഒരു പക്ഷെ ലോൺ എടുത്തിട്ടായിരിക്കും, ചിലപ്പോൾ നമ്മൾ കടം വാങ്ങിയിട്ടായിരിക്കും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. ഇതൊക്കെ സർവ്വ മനുഷ്യരുടെയും ജീവിതത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പൊ ജീവിതത്തിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ ജീവിതം തന്നെ തകർന്നു പോയി എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. അതാണ് നമുക്ക് ഒരു വാതിൽ അടയുമ്പോൾ, നിങ്ങൾക്ക് ഈശ്വരോപാസനയുള്ള ഒരാളാണെങ്കിൽ, നിങ്ങൾ ധർമ്മമാർഗത്തിലുള്ള ഒരാളാണെങ്കിൽ, സത്യമാർഗത്തിലുള്ള ഒരാളാണെങ്കിൽ, അല്ലെ, സത്യം വദ ധർമ്മം ചര എന്ന് നമ്മൾ പറയും. നിങ്ങൾക്ക് ഈ പ്രകൃതി, നിങ്ങൾക്ക് ഈശ്വരൻ പുതിയ പുതിയ വാതിലുകൾ തുറന്നു തരും എന്നുള്ളത് ധാരാളം അനുഭവസ്ഥരുടെ അനുഭവ സാക്ഷ്യങ്ങളാണ്. അപ്പൊ ആയുഷ്കല പോലെയുള്ള മെത്തേഡുകൾ നമ്മളെ പഠിപ്പിക്കുന്നത് യെസ് എന്ന് പറയാനാണ്. അതായത് മനസ്സിനെ ശാന്തമാക്കാൻ, മനസ്സിനെ ശക്തമാക്കാൻ, മനസ്സിനെ ഊർജ്ജസ്വലമാക്കാൻ സഹായിക്കുന്ന വിദ്യയാണ് ആയുഷ്കല. ഇപ്പം നമ്മളുടെ ധാരാളം സീനിയേഴ്സ് ആയിട്ടുള്ള നമ്മുടെ പ്രാക്ടീസ് ചെയ്യുന്നവർ പറയും, ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ പലതും അങ്ങനെയൊക്കെ തന്നെ ഉണ്ടെങ്കിലും പണ്ടുള്ളതിനേക്കാൾ കൂടുതലായി എനിക്കതിനെ നേരിടാൻ കഴിയും. ഒന്നിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റുന്നില്ല, എല്ലാത്തിനെയും നേരിടും. ഞാൻ എന്തിനേയും നേരിടാനുള്ള ഒരു മനക്കരുത്ത് എനിക്ക് ഉണ്ടായിരിക്കുന്നു. അല്പം മുമ്പ് ഞാൻ ഒരാളോട് ഈ ഒരു വിഷയം സംസാരിച്ചുള്ളൂ. അദ്ദേഹം എന്നോട് പറഞ്ഞത്, എനിക്ക് ഭയമാണ്, എപ്പോഴും ഭയമാണ്. ഞാൻ ചോദിച്ചു, ഭയം എന്തിനാണ്? നമ്മൾ ഒരിക്കൽ മരിക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഞാനും നിങ്ങളും മരിക്കും. നമ്മൾ എപ്പോഴും പറയാനുള്ള ഉദാഹരണം, 100 വർഷം കഴിഞ്ഞാൽ ഞാൻ ഈ ക്യാബിൽ ഉണ്ടാവില്ല, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലും ഉണ്ടാവില്ല, നമ്മൾ എല്ലാവരും പോകും. ഈ 100 വർഷത്തിനിടയിൽ പുതിയ ആൾക്കാർ ഇവിടെ വന്നുകൊണ്ടിരിക്കും, അല്ലെ? ഭയം എന്നുള്ളത് എന്താണ്? ധീരതയാണ് വീരന്മാർക്കുള്ളത്. ഭയം എന്നുള്ളത് ദുർബലന്മാരുടെ ഒരു സ്വഭാവമാണെന്ന് പറയും. അപ്പൊ ഒരിക്കൽ മരിക്കും എന്നുള്ള യാഥാർത്ഥ്യത്തെ നമ്മൾ മനസ്സിലാക്കുക. ഒന്നിനെയും ഭയപ്പെടരുത്. ഒന്നിനെയും ഭയപ്പെടരുതെന്ന് വെച്ചാൽ, ജീവിതത്തിൽ നിങ്ങളെ തളർത്താൻ ശ്രമിക്കുന്ന, നിങ്ങളെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒന്നിനു മുന്നിലും നിങ്ങൾ പരാജയപ്പെടാൻ പാടില്ല. ഒന്നിനെയും ഭയക്കാൻ പാടില്ല. ധീരനായി ജീവിക്കുക എന്നാണ് പറയുന്നത്. ഈ ധീരതയും അല്ലെങ്കിൽ ധൈര്യവും മനഃശക്തിയും ശാന്തിയും ഒക്കെ ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? അതിനാണ് ആയുഷ്കലാ ധ്യാനം പോലെയുള്ള മെഡിറ്റേഷനുകൾ. മനസ്സിനെ ഊർജ്ജസ്വലമാക്കാൻ, മനസ്സിനെ ശക്തമാക്കാൻ, മനസ്സിനെ ശാന്തമാക്കാൻ. നമ്മൾ എപ്പോഴും പറയുന്ന 3 വേർഡുകളാണ്: ഊർജ്ജസ്വലമാക്കുക, ശക്തമാക്കുക, ശാന്തമാക്കുക എന്ന് പറയുന്ന 3 കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്, അല്ലെ? അപ്പൊ മനസ്സിനെ എങ്ങനെയാണ് ഊർജ്ജസ്വലമാക്കുക? എന്തൂസിയാസം ഉള്ള ഒരു മനസ്സ്, ഊർജ്ജസ്വലമായ ഒരു മനസ്സ്,
അതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ ഒന്നാമത്തെ ശക്തി. മനസ്സ് മടിപിടിച്ചിരുന്നു കഴിഞ്ഞാൽ, അലസമായ മനസ്സ് ചെകുത്താന്റെ പണിപ്പുരയാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? മനസ്സെപ്പോഴും ഊർജ്ജസ്വലമായിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം എന്നാണ് പറയുക. മനസ്സിൽ ഊർജം കൊണ്ട് നമുക്ക് നിറയ്ക്കാൻ കഴിയും. തളർന്ന ഒരു മനസ്സ്, വിഷമത നിറഞ്ഞൊരു മനസ്സ് ഒരിക്കലും നമുക്ക് വിജയം തരില്ല. ഊർജ്ജസ്വലമായ ഒരു മനസ്സ് നമുക്ക് വേണം, ശക്തമായ ഒരു മനസ്സ് വേണം. ജീവിതത്തിൽ ഇടയ്ക്ക് സുഖം വരും, ദുഃഖം വരും, നേട്ടം വരും, കോട്ടം വരും, രോഗം വരും, ചിലപ്പോൾ ആരോഗ്യം വരും. ഇതൊക്കെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അതിനെയൊക്കെ നേരിടാനുള്ള ശക്തമായ ഒരു മനസ്സിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയണം. ശാന്തമായൊരു മനസ്സ് വേണം. അകാരണമായി ദേഷ്യമില്ലാത്ത, ക്രോധമില്ലാത്ത, ശാന്തസുന്ദരമായ ഒരു മനസ്സിനെ നമുക്ക് സൃഷ്ടിക്കുവാൻ കഴിയും. ഇതാണ് ഏറ്റവും വലിയ സമ്പത്ത്. നിങ്ങൾക്ക് കോടിക്കണക്കിന് ആസ്തി ഉണ്ടാവാം, ഒരുപാട് പണം, ഒരുപാട് ബംഗ്ലാവ്, ഒരുപാട് ഭൃത്യന്മാർ, നല്ല ഹയർ പൊസിഷനിലായിരിക്കും നിങ്ങളുടെ ജോലി. പക്ഷെ നിങ്ങൾക്ക് മനസ്സിന് ശാന്തിയില്ല. മനസ്സെപ്പോഴും ടെൻസ്ഡ് ആണ്, മനസ്സെപ്പോഴും ദേഷ്യം നിറഞ്ഞു നിൽക്കും, മനസ്സെപ്പോഴും ദുഃഖിതമാണ്. ഈ പറഞ്ഞ പോലെ പലതരത്തിലുള്ള ഡിപ്രഷൻസ് നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. ജീവിതം നമുക്ക് ആസ്വദിക്കാൻ പറ്റും ഇല്ല. ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് മനഃശാന്തിയാണെന്നാണ് പറയാ. അപ്പൊ ആയുഷ്കാല പോലെയുള്ള മെത്തേഡുകൾ നമ്മൾ എന്താണ് പഠിപ്പിക്കുന്നത്? മനസ്സിനെ ശക്തമാക്കാൻ പഠിപ്പിക്കുന്നു, മനസ്സിനെ ശാന്തമാക്കാൻ പഠിപ്പിക്കുന്നു, മനസ്സിനെ ഊർജ്ജസ്വലമാക്കാൻ പഠിപ്പിക്കുന്നു. ഈ ശക്തവും ശാന്തവും ഊർജ്ജസ്വലവുമായ മനസ്സിന്റെ സമസ്ഥിതിയെയാണ് ധ്യാനം എന്ന് ഋഷി പറയുന്നത്. അപ്പൊ ആയുഷ്കലയിൽ എവിടെയാണ് ധ്യാനം എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഓരോ ആയുഷ്കലയിൽ ഓരോ മെത്തേഡുകൾ ഊർജ്ജപ്രസരണ ക്രിയ ചെയ്ത് നിങ്ങൾ ഇരിക്കുമ്പോൾ അത് ധ്യാനമാണ്. ജാഗ്രതാ ധ്യാനം, പല ധ്യാനങ്ങളുണ്ട്. ജാഗ്രതാ ധ്യാനം എന്ന് പറയുന്നതാണ് നമ്മൾ ഒന്നാമത് പഠിക്കുന്ന ധ്യാനം. ജാഗ്രതാവ് ഗായുക്കല ലെവൽ 1, 2, 3 ചെയ്യുന്നവർക്കൊക്കെ അറിയാം. നമ്മൾ ഒരു ഊർജ്ജപ്രസരണ ക്രിയ പ്രാണായാമം കഴിഞ്ഞാൽ നമ്മൾ കണ്ണടയ്ക്കും, അല്ലെ? കണ്ണടച്ച് തന്നെ ഇരിക്കും. ഒരു പുഞ്ചിരിയോടുകൂടി നമ്മൾ ഇരിക്കും. എന്തിനാ പുഞ്ചിരിക്കുന്നത്? നിങ്ങൾ പുഞ്ചിരിക്കുമ്പോഴേ നിങ്ങളുടെ മസ്തിഷ്കത്തിൽ വികാസം ഉണ്ടാകും. മസ്തിഷ്കം ഊർജ്ജസ്വലമാണ്, മസ്തിഷ്കത്തിൽ പോസിറ്റീവായിട്ടുള്ള തരംഗങ്ങൾ ഉണ്ടാവും. ഹാപ്പിനെസ് ഹോർമോണുകൾ തലച്ചോറിൽ ഉത്പാദിപ്പിക്കപ്പെടും. ഒരു ശാന്തമായ മുഖഭാവം, അല്ലെ, നമുക്ക് എപ്പോഴും വേണം. മുഖം മനസ്സിന്റെ കണ്ണാടിയാണെന്ന് നമ്മൾ പറയും. മുഖത്തെ ശാന്തമാക്കിക്കൊണ്ട് മനസ്സിനെ ശാന്തമാക്കാൻ പറ്റും. ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്നൊക്കെയാണ് അത് അറിയപ്പെടുന്നത്. നമുക്ക് അതിലേക്കൊക്കെ പിന്നീട് വരാം. അപ്പൊ ഇവിടെ നമ്മൾ ഓരോ ടെക്നിക്ക് ചെയ്തതിന് ശേഷവും 3 കാര്യങ്ങളെ ശ്രദ്ധിക്കും. ലെവൽ 1, 2, 3, 4 ഇതറിയാം. ഏതാണ്? ഒന്ന്, നട്ടെല്ലിനെ നമ്മൾ ശ്രദ്ധിക്കും. 2, നമ്മളുടെ ശിരസിനെ നമ്മൾ ശ്രദ്ധിക്കും. 3, നമ്മളുടെ ബ്രീത്തിനെ നമ്മൾ ശ്രദ്ധിക്കും. ഇത് 3ഉം ശാന്തമാക്കാൻ പഠിച്ചോ? ഇതിനെ 3നെയും ആദ്യം ശ്രദ്ധിക്കാൻ നമ്മൾ പഠിക്കുന്നു. ആ ശ്രദ്ധയിലൂടെ നമുക്ക് ധാരണ ഉണ്ടാക്കുന്നു. ആ ധാരണ നമ്മളെ അഗാധമായ ധ്യാനത്തിലേക്ക് കൊണ്ടുപോകുന്നു. ശ്രദ്ധ, ധാരണ, ധ്യാനം, സമാധി. ശ്രദ്ധ, ധാരണ, ധ്യാനം, സമാധി എന്നാണ് യോഗിമാർ പറയുക. അപ്പൊ ശ്രദ്ധിക്കാൻ പഠിക്കലാണ് ഒന്നാമത്തെ കാര്യം. അപ്പൊ നിങ്ങൾ ആയുഷ്കല മെത്തേഡൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഒരുപക്ഷെ യോഗയോ അങ്ങനെ എന്തെങ്കിലും മെത്തേഡുകൾ പ്രാക്ടീസ് ചെയ്യുന്നവരായിരിക്കും, ഒരുപക്ഷെ അതില്ലാത്തവരായിരിക്കും. നമുക്ക് ഈ ശ്രദ്ധിക്കാൻ നമ്മൾ പഠിച്ചിട്ടില്ല. ഇപ്പൊ പലരും പ്രാക്ടീസ് കഴിഞ്ഞ് ടക്കേന്ന് എഴുന്നേറ്റ് പോകും, യോഗാസനമൊക്കെ കഴിഞ്ഞ്. അങ്ങനെയല്ല, നമ്മൾ ഇരിക്കണം. ഒരു ചെടി നട്ട് കഴിഞ്ഞാൽ അതിന് വേര് വരാൻ ഒരു സമയമുണ്ട്. ഇന്ന് ചെടി നട്ട് നാളെ പോയി പൊക്കി നോക്കിയാൽ വേര് വരും? ഇല്ല. ഒരു കോഴിമുട്ട വിരിയാൻ വെച്ചാൽ 21 ദിവസം വേണം, അല്ലെ? ഇന്ന് വെച്ചോടെ കോഴിമുട്ട എന്താണ് വിരിയാത്തതെന്ന് ചോദിച്ചാൽ 5 ദിവസം കഴിഞ്ഞ് അത് പൊട്ടിച്ചു നോക്കിയാൽ കോഴിക്കുഞ്ഞിനെ കാണാൻ പറ്റുമോ? ഇല്ല. സിനിമയിൽ പറയുന്നത് പോലെ എല്ലാത്തിനും അതിന്റെ സമയമുണ്ട് ദാസ എന്ന് പറയുന്നത് പോലെ നമ്മൾ ആയുഷ്കല മെത്തേഡുകൾ ചെയ്യുമ്പോൾ, പ്രാക്ടീസുകൾ ചെയ്തതിനു ശേഷമുള്ള ഇരിപ്പ്, ജാഗ്രതാ ധ്യാനം ഡീപ്പാണ്. നിങ്ങൾ അഗാധമായ മനസ്സിന്റെ സമനിലയിലേക്ക് അല്ലെങ്കിൽ മനസ്സിന്റെ ശാന്ത നിലയിലേക്ക് പോകാൻ കഴിയും. അപ്പൊ നട്ടെല്ലിനെ ഡീപ്പായി നമ്മൾ ശ്രദ്ധിക്കണം, ശിരസിനെ നമ്മൾ ഡീപ്പായി ശ്രദ്ധിക്കണം, നമ്മളുടെ ബ്രീത്തിനെ നമ്മൾ ശ്രദ്ധിക്കണം. ഇതേ കാര്യം നിങ്ങൾ ചെയ്താൽ, ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, എത്ര വലിയ സംഘർഷഭരിതമായ മനസ്സും എത്രയധികം അശാന്തി നിറഞ്ഞ മനസ്സും ഊർജ്ജസ്വലത ഇല്ലാത്ത മനസ്സും ഭയമുള്ള മനസ്സിന്റെയും ആ ഭാവങ്ങൾ മാറും. മനസ്സിനെ ശാക്തീകരിക്കാൻ പ്രത്യേകിച്ച് ടോണിക്കുകളില്ല, പ്രത്യേകിച്ച് ഗുളികകളില്ല. നിങ്ങളുടെ ചിന്തകളെയും ആഗ്രഹങ്ങളെയും വികാരങ്ങളെയും പോസിറ്റീവ് ആക്കുക, ക്രിയേറ്റീവ് ആക്കുക. ഇപ്പൊ ശരീരം ക്ഷീണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അജമാംസ രസായനമോ അങ്ങനെയുള്ള ടോണിക്കോ ഒക്കെ കഴിച്ച് ശരീരം വണ്ണം വെപ്പിക്കാൻ പറ്റും. മനസ്സിന്റെ ക്ഷീണം, മനസ്സിന്റെ അശാന്തി എങ്ങനെയാ മാറ്റാൻ പറ്റുക? പ്രത്യേകിച്ച് ഗുളികകളില്ല. ഇപ്പൊ വിഷാദ രോഗത്തിനൊക്കെ കഴിക്കുന്ന പല ഗുളികകൾക്കും പല സൈഡ് എഫക്റ്റുകൾ ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ ആ വിഷാദ രോഗം പോലെയുള്ള രോഗങ്ങൾ വളരെ തീവ്രമാണെങ്കിൽ
അതിന്റെ കെമിക്കൽ ചേഞ്ചസ് നമ്മുടെ ബോഡിയിൽ, നമ്മുടെ ബ്ലഡില്, നമ്മുടെ ന്യൂറോ സംവിധാനങ്ങളിലൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനെ കറക്റ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും മെഡിസിൻസ് ഉപയോഗിക്കണം. അത് നമ്മൾ നിർത്തിക്കൂടാ. അതോടൊപ്പം തന്നെ ഈ ഞാൻ ആദ്യം പറഞ്ഞ ഉദാഹരണം പോലെ തന്നെ നിങ്ങൾ ഈ ആയുഷ്കല കൂടി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെഡിസിൻ കുറച്ചു കൊണ്ടുവരുവാൻ കഴിയും. മനസ്സിന്റെ സമനിലയാണ് യോഗം എന്നാണ് ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സമനിലയുള്ള ഒരു മനസ്സ്, സമമായ ഒരു മനസ്സ്, സമചിത്തത എന്ന് വിളിക്കുന്ന ഒരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ ഈ ആയുഷ്കല മെത്തേഡ് നമ്മളെ സഹായിക്കും. അപ്പൊ ആയുഷ്കലയിൽ എവിടെയാണ് ധ്യാനം എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഓരോ പ്രാക്ടീസ് ചെയ്തതിന് ശേഷവും ഇരുന്ന് നട്ടെല്ല്, ശിരസ്, ബ്രീത്ത് ഇവയെ ശ്രദ്ധിക്കുന്ന സമയം, അതാണ് ധ്യാനം. ആ ധ്യാനം അറിയപ്പെടുന്നത് ഒരു പേരിലാണ്, ജാഗ്രതാ ധ്യാനം അല്ലെങ്കിൽ അവയർനെസ് മെഡിറ്റേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ജാഗ്രത, നട്ടെല്ലിനെ ജാഗ്രതാക്കുക, ശ്രദ്ധിക്കുക, ശിരസിനെ ശ്രദ്ധിക്കുക. അല്ലെ, നട്ടെല്ലിൽ ഷഡാധാര ചക്ര സംവിധാനങ്ങൾ 3-4 ലെവലിലുള്ളവർക്കൊക്കെ അറിയാം ഷഡാധാരങ്ങളെ പറ്റി. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ. 6 എനർജി സെന്ററുകൾ. ആസ്ട്രൽ ബോഡിയിലെ 6 എനർജി സെന്ററുകളെ ശ്രദ്ധിക്കലാണ് നട്ടെല്ലിനെ ശ്രദ്ധിക്കുന്നതിലൂടെ നമ്മൾ ചെയ്യുന്നത്. ശിരസ്, ശിരസിലുള്ള പ്രധാന ചക്രഭാഗങ്ങൾ. ആജ്ഞ ചക്രത്തിന്റെ സ്ഥാനം, ശിരോ ചക്രത്തിന്റെ സ്ഥാനം, അതിന്റെ തന്നെ മെഡുല്ല, നമ്മുടെ ബിന്ദു ചക്രത്തിനും പുറകിലായിട്ടുള്ള ചക്രത്തിന്റെ സ്ഥാനം. ആജ്ഞയെ ശ്രദ്ധിക്കും നമ്മള്, മെഡുല്ലയെ ശ്രദ്ധിക്കും, ടോപ്പിനെ ശ്രദ്ധിക്കും. അതും എനർജി പോയിന്റുകളാണ്. അടുത്തത് ബ്രീത്ത, അല്ലെ, മൂക്കിനും ചുണ്ടിനും ഇടയിൽ ശ്രദ്ധ കൊടുക്കും. ശ്വാസം കയറുമ്പോൾ അതിനെ അറിയും, പുഞ്ചിരിയോടെ. ശ്വാസം പോകുമ്പോൾ അതിനെ അറിയും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിന്റെ ശ്രദ്ധ, ഏകാഗ്രത നമുക്ക് കൂട്ടാൻ കഴിയും. ഇത് ഋഷികൾ നമുക്ക് തന്ന മെത്തേഡുകളാണ്. കാരണം ഈ ഭാഗങ്ങളിലാണ് പ്രാണന്റെ ഏറ്റവും അധികം സ്പന്ദനമുള്ളത്. നിങ്ങൾ നട്ടെല്ലിനെ ശ്രദ്ധിക്കുമ്പോൾ, ശിരസിനെ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ, ബ്രീത്തിനെ ശ്രദ്ധിക്കുമ്പോൾ സൂക്ഷ്മമായ പ്രാണശക്തിയുടെ സഞ്ചാരം നമുക്ക് അറിയാൻ കഴിയും. എന്താണ് പ്രാണൻ എന്ന് പറഞ്ഞാൽ? നമ്മളെ നിലനിർത്തുന്നത്, ജീവിപ്പിക്കുന്ന ശക്തിയാണ് പ്രാണൻ എന്ന് പറയുന്നത്. അല്ലെ, പ്രാണനം ചെയ്യിപ്പിക്കുന്ന, നിലനിർത്തുന്ന, ജീവിപ്പിക്കുന്ന, നയിക്കുന്ന ശക്തിയാണ് പ്രാണൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഉദാഹരണം പറഞ്ഞു, അല്ലെ, നമ്മുടെ കൂടെ ഒരുപക്ഷെ കഴിഞ്ഞ ഏതാനും മിനിറ്റുകൾ നമുക്കൊപ്പം ഇരുന്ന ഒരാൾ, നമ്മളൊന്ന് ചിലപ്പോൾ പുറത്തു പോയി തിരിച്ചു വന്നപ്പോൾ ആള് മരിച്ചു കിടക്കുന്നത് നമ്മൾ കാണാറുണ്ട്, അല്ലെ, ഹൃദയാഘാതം പോലെ, കുഴഞ്ഞു വീണ് മരിക്കുക എന്നൊക്കെ പറയുന്ന അവസ്ഥ നമ്മൾ കണ്ടിട്ടില്ലേ? വളരെ എന്താണ് ദുഃഖം ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഇന്നലെ വരെ അല്ലെങ്കിൽ കഴിഞ്ഞ നിമിഷം വരെ നമ്മൾ തോളിൽ കൈയിട്ട് നടന്നയാൾ, അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നയാൾ പൊടുന്നനെ അയാൾ കുഴഞ്ഞു വീണ് മരിക്കുന്നു. ഒന്നല്ലെങ്കിൽ ഹൃദയാഘാതമാകാം, അല്ലെങ്കിൽ ബ്രെയിനിന്റെ സംഭവിച്ചിരിക്കുന്ന എന്തെങ്കിലും കാരണമാകാം പരിശോധിക്കുമ്പോൾ. അല്ല, പെട്ടെന്ന് പോകും. നീർക്കുമള പോലെയാണ് നമ്മളുടെയൊക്കെ ജീവിതം. എപ്പം മരിക്കുമെന്ന് നമുക്കറിയില്ല. അല്ല, നമ്മളുടെ അവിടെ ചിത്രഗുപ്തൻ എന്ന് പറയുന്ന ഒരാള് യമധർമ്മന്റെ യമപുരിയിൽ ഉണ്ടെന്നാണ് നമ്മുടെ വിശ്വാസം. പുള്ളിയാണ് ഇങ്ങനെ കണക്കൊക്കെ എഴുതുന്നത്. അപ്പൊ പുള്ളി അവിടെ നിന്ന് ഇൻഡു മാർക്ക് കിട്ടും. അതിന്റെ സമയമായി, അപ്പൊ നമ്മൾ ഇവിടുന്ന് പോകും. അല്ലേ, മരണത്തെ നമുക്ക് ജയിക്കാൻ നമുക്ക് പറ്റുമോ? ഇല്ല. ശാസ്ത്രം വളരെയധികം വളർന്നു. നമ്മൾ ചൊവ്വയിലും സൂര്യനിലും ഒക്കെ പര്യവേഷണം നടത്തുന്നു, ചന്ദ്രായൻ നടത്തി. പക്ഷെ മരണത്തിന്റെ രഹസ്യം നമുക്കറിയില്ല. എങ്ങോട്ട് നമ്മൾ പോകും, മരണശേഷം ഈ ആത്മാക്കളൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്, നമ്മൾ എവിടെ നിന്നാണ് വന്നത്, എന്താണ് പുനർജന്മം, എന്താണ് പൂർവ്വജന്മം, എന്താണ് ഈ ജന്മത്തിന്റെ ഉദ്ദേശം? അല്ലെ, നമ്മളെല്ലാരും കഷ്ടപ്പെടുന്നത് ഇവിടെ സമ്പത്ത് നേടാൻ, സുഖം അനുഭവിക്കാനാണ്. ഇതെല്ലാം നമ്മളുടെ 16-18 മണിക്കൂർ ഞാനും നിങ്ങളും ഒക്കെ ചെലവിടുന്നത് എന്തിനു വേണ്ടിയാ? ഈ ഭൗതികമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അത് തെറ്റല്ല. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ എന്തെങ്കിലും ഉണ്ടാവുമോ? ഒന്നും ഉണ്ടാവില്ല. നേരത്തെ പറഞ്ഞ പോലെ ഞാനിട്ട് ഈ ബനിയൻ പോലും ഞാൻ പോകുമ്പോൾ എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് കരുതി ഇപ്പോഴേ നമ്മള് സന്യാസത്തിലേക്ക് പോകണോ? വേണ്ട. ഞാൻ പറഞ്ഞത് ഇതിനൊക്കെ ഇത് ശാശ്വതമല്ല, ശാശ്വതമായതൊന്നും അല്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഇതിനെ ഉപേക്ഷിക്കാനും പാടില്ല. നമുക്ക് ഈശ്വരൻ തന്നതാണ് ഈ ജന്മം. നല്ല രീതിയിൽ ജീവിക്കണം, സന്തോഷത്തോടെ ജീവിക്കണം, നിങ്ങൾ സമ്പത്ത് നേടണം, നല്ല ഭാര്യ, നല്ല മക്കൾ, നല്ല ഭർത്താവ്, നല്ല കുടുംബം, നല്ല അന്തരീക്ഷം നിങ്ങൾക്ക് ഉണ്ടാകണം. കാരണം നമുക്ക് ഈ ജന്മം ഇവിടെ ഉണ്ടായിപ്പോയി, അല്ലെ? അതിനെ ഏറ്റവും പരിപാവനമായി നമ്മളുടെ ഡ്യൂട്ടീസ് നല്ല രീതിയിൽ ചെയ്ത് നമ്മൾ പോകണം. നിങ്ങളൊരു നാടക നടനാണെന്ന് വിചാരിക്കുക, നാടക നടിയാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ഒരു റോള് തന്നിട്ടുണ്ട്, സിനിമാ നടനാണ്, അല്ലെ? മോഹൻലാൽ ഒരു റോളൊക്കെ അഭിനയിക്കുന്നത് കണ്ടിട്ടില്ലേ? എത്ര മനോഹരമായിട്ടാണ് അത്. തന്മയീഭാവമാണ്. തന്മാത്ര എന്ന് പറയുന്ന ഒരു സിനിമയിൽ മോഹൻലാൽ അഭിനയിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിന് അതിൽ നിന്ന് പുറത്തു വരാൻ കുറെ സമയം എടുത്തു എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ആ റോളിൽ നിന്ന്, ആ കഥാപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് അത്രയും അധികം അതുമായിട്ട് ലയിച്ചാണ് പലരും അഭിനയിക്കുക. അപ്പൊ നമ്മൾ ചാന്തുപൊട്ട് എന്ന സിനിമ ദിലീപിന്റെ ഒക്കെ കാണുമ്പോൾ
കമൽഹാസന്റെ ചിത്രങ്ങളൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ അത്ഭുതപ്പെടും. അവരുടെ ആ മേഖലയിലുള്ള അവരുടെ ആ ഒരു കഴിവ്. ഒരു കഥാപാത്രമായി അവർ അഭിനയിക്കുകയല്ല, അവരെ ജീവിക്കുകയാണ്. അതിനോട് 100% ആത്മാർത്ഥത പുലർത്തുന്നു. അതുകൊണ്ടാണ് അവരെല്ലാം മഹാനടന്മാരായത്. ഈ ലോകത്തിൽ വിജയിച്ചവരെല്ലാം ഒരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റ് വിജയിച്ചവരല്ല. അവരുടെ കഠിനാധ്വാനവും മനഃശക്തിയും കൊണ്ട് വിജയിച്ചവരാണ്. അപ്പൊ എന്നതുപോലെ നമുക്ക് ഈശ്വരൻ തന്ന ഈ പവിത്രമായ ജന്മത്തെ ഏറ്റവും ശ്രേയസ്കരമായി കൊണ്ടുപോകണം. വീട്ടില് നല്ലൊരു ഗൃഹസ്ഥനാവണം, ഗൃഹസ്ഥയാവണം, നല്ലൊരു അച്ഛനാവണം, നല്ലൊരു അമ്മയാവണം, നല്ലൊരു ഭാര്യയാവണം, നല്ലൊരു ഭർത്താവണം. നമ്മുടെ കുടുംബധർമ്മം നന്നായിട്ട് നമ്മൾ ചെയ്യണം. നമ്മൾ സമ്പാദിക്കണം. ആ സമ്പാദിക്കുന്നതിന് ഒരു ഭാഗം പാവപ്പെട്ടവർക്ക്, അക്ഷരങ്ങൾക്ക് നമുക്ക് കൊടുക്കാനുള്ള മനസ്സുണ്ടാവണം. കാരണം ഇതൊന്നും നമ്മൾ കൊണ്ടുപോകില്ല. ഒരിക്കലും ഇതൊക്കെ ഇട്ടിട്ട് പോകേണ്ടി വരുമെന്നുള്ളത് നമ്മൾ അറിയണം. ഓക്കെ. അതോടൊപ്പം തന്നെയാണ് ആത്മീയ സാധനകൾ. ഇത് മാത്രമാണ് നമ്മളുടെ പരലോക ജീവിതം. അതിൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ സമ്പാദ്യം എന്ന് പറയുന്നത് നിങ്ങൾ ഇവിടെ എത്രത്തോളം പുണ്യം ചെയ്തു, എത്രത്തോളം നന്മ ചെയ്തു, എത്രത്തോളം പേര് നിങ്ങൾ സഹായിച്ചു, ഇതെല്ലാം പുണ്യമാണ്. ആത്മീയ ശക്തി എങ്ങനെയാണ് ഉണ്ടാവുക? എത്രത്തോളം നിങ്ങൾ ഡീപ്പായി മെഡിറ്റേഷൻ ചെയ്തു, എത്രത്തോളം മന്ത്രം ജപിച്ചു, എത്രത്തോളം നിങ്ങളുടെ ആസ്ട്രൽ ബോഡി, സൂക്ഷ്മ ശരീരം, ചക്രങ്ങൾ ആക്റ്റീവ് ആണ്, എത്രത്തോളം നിങ്ങളുടെ ബോധം, ജ്ഞാനം വികസിച്ചു. ഇതാണ് നമുക്ക് ആത്മീയ സമ്പത്ത് എന്ന് പറയുന്നത്. ഭൗതിക സമ്പത്തുമുണ്ട്, ആത്മീയമായ സമ്പത്തുമുണ്ട്. രണ്ടും നമ്മൾ നേടണം. അതാണ് ഋഷികൾ പറയുക. ഭൗതിക ജീവിത വിജയവും ആത്മീയ ജീവിത വിജയവും നേടണമെന്ന് പറയും. അപ്പൊ അതിലെല്ലാം നമ്മളെ സഹായിക്കുന്ന വിദ്യയാണ് ശിവകുണ്ഡലിനി ക്രിയകളെല്ലാം തന്നെ. ആയുഷ്കലയാണെങ്കിലും ലെവൽ 4 മെത്തേഡുകളും ലെവൽ 5ഉം 6ഉം 7ഉം 8ഉം ഒക്കെ അത്തരത്തിൽ ചിട്ടപ്പെടുത്തിയാണ്. അതായത് നമ്മളെ മനസ്സിനെ ശാക്തീകരിക്കുക, മനസ്സിനെ ശാന്തമാക്കുക, ഭൗതിക രംഗത്തും ആത്മീയ രംഗത്തും പൂർണ്ണ ഊർജ്ജസ്വലതയോടെ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുക. ഓരോ നിമിഷവും ആനന്ദത്തോടെ ജീവിക്കാനുള്ള കല, അതാണ് ആയുസ്സിന്റെ കലയാണ്, ജീവിതത്തിന്റെ കലയാണ് ആയുഷ്കല എന്ന് പറയുന്നത്. നമ്മൾ ഒരു ദിവസം ഏറ്റവും ശ്രേയസ്കരമായിട്ട് കൊണ്ടുപോകണം. പരമാവധി ക്രോധം, ദേഷ്യം നമ്മൾ കുറച്ചു കൊണ്ടുവരണം. ആസ്വദിക്കണം ജീവിതത്തെ. ഈശ്വരൻ തന്ന ജീവിതത്തെ നമ്മൾ ആസ്വദിക്കണം, ശാന്തതയോടെ ആസ്വദിക്കണം. നല്ല ചിന്തകളും നല്ല ആഗ്രഹങ്ങളും നമുക്ക് വേണം. മനസ്സ വാച കർമ്മണ, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് നന്മയുള്ളതായിരിക്കണം, സമൂഹത്തിന് നന്മ ചെയ്യണം. നിങ്ങൾ ഒരിക്കലും നിങ്ങളെ ഇകഴ്ത്തരുത്, ഒരിക്കലും നിങ്ങൾ താഴ്ത്തിക്കെട്ടരുത്. നമ്മൾ ഞാൻ ചില കൗൺസിലിങ്ങിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത്, ഞാൻ പണ്ടൊരു സ്കൂളിൽ ഒരു കൗൺസിലിങ്ങിൽ പങ്കെടുത്ത സമയത്ത് അവിടുത്തെ ഒരു കുഞ്ഞു വന്നു. അപ്പോൾ പഠിക്കാൻ വളരെ ബ്രില്യൻ്റ് ആയിരുന്നു ആ കുട്ടി. 6ാം ക്ലാസ്സിലെ കുട്ടിയാണ്. ഈ ഇടയ്ക്ക് അവന്റെ പഠനം വളരെയധികം താഴ്ന്നു പോയി. അപ്പൊ അങ്ങനെ മാതാപിതാക്കള് ടീച്ചേഴ്സിനോട് പറഞ്ഞു. അങ്ങനെ അവിടെ കൗൺസിലിംഗ് യോഗയൊക്കെ വെച്ച സമയത്ത് ഈ കുട്ടിയോട് സംസാരിച്ചു. അപ്പോഴാണ് അവൻ പറയുന്നത്, എന്നെ അച്ഛനും അമ്മയും, 6ാം ക്ലാസ്സിലെ കുട്ടിയാണെന്ന് ഓർക്കണം, ഇവര് എന്നെ പലപ്പോഴും കുറ്റപ്പെടുത്തുകയാണ്. നീ നോക്കടാ, അപ്പുറത്തെ വീട്ടിലെ അവൻ നിനക്കായും 5 മാർക്ക് കൂടുതൽ വാങ്ങിച്ചല്ലോ, നിനക്കെന്താ മാർക്ക് വാങ്ങിക്കാനുള്ള കുഴപ്പം, നിനക്കെല്ലാം ഞങ്ങൾ തരുന്നില്ലേ, നീ എന്തുകൊണ്ട് മാർക്ക് വാങ്ങിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഈ കുട്ടിയെ പലപ്പോഴും ശാപവാക്കുകൾ കൊണ്ടാണ് അവന് മാതാപിതാക്കൾ അവനോട് സംസാരിക്കുന്നത്. അല്ലേലും നീയൊന്നും ഒരിക്കലും നന്നാകില്ല. ഇത് പലപ്പോഴും ഈ കുഞ്ഞ് കിടക്കാൻ പോകുന്നതിന് മുമ്പാണ് എന്ത് ചെയ്യുന്നത്, ഈ ശാപവാക്കുകൾ പറയുന്നത്. കുഞ്ഞിനോട് പറഞ്ഞതാണ്, എന്റെ അച്ഛനും അമ്മയും ഒക്കെ പണ്ട് പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. എന്റെ മാർക്ക് കുറഞ്ഞതോടുകൂടി അവരുടെ സമൂഹത്തിലെ സ്റ്റാറ്റസ്, നിന്റെ മകൻ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ പല സ്ഥലങ്ങളിൽ, അതുകൊണ്ട് ആ കുഞ്ഞിനെ കുറ്റപ്പെടുത്തുക. അല്ലെ നീയൊന്നും ഒരിക്കലും നന്നാവില്ല, നീയൊക്കെ നശിച്ചു പോകും. ആ കുഞ്ഞിന്റെ മനസ്സിൽ ഉണ്ടാക്കുന്ന ആഘാതം വളരെ വലുതാണ്. നമ്മൾ കാഷ്വലായിട്ട് പറഞ്ഞു പോകും, പക്ഷെ കുഞ്ഞുങ്ങൾ വളരെ ലോകത്തിൽ ഇതൊക്കെ ക്യാച്ച് ചെയ്യും. അവരുടെ മനസ്സിലാണ് ഇത് കിടക്കുന്നതിന് മുമ്പാണ് പറയുന്നത്. എപ്പോഴും നമ്മൾ കിടക്കും മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വലിയ ആൾക്കാരുണ്ടെങ്കിൽ, ഭാര്യ ഉണ്ടെങ്കിൽ, ഭർത്താവ് ഉണ്ടെങ്കിൽ, കിടക്കുന്നതിന് മുമ്പ് അവരെ കുറ്റപ്പെടുത്തിയിട്ട് നിങ്ങൾ കിടക്കുക. കാരണം കോൺഷ്യസ് മൈൻഡിൽ നിന്നും നമ്മൾ സബ് കോൺഷ്യസ് തലത്തിലേക്ക് മാറാൻ പോകുകയാണ്. ബോധ മനസ്സിന്റെ തലത്തിൽ നിന്നും നിങ്ങൾ ഉറക്കത്തിൽ ഉപബോധ മനസ്സിന്റെ തലത്തിലേക്ക് പോകുകയാണ്. നിങ്ങൾ ഉറക്കത്തിലേക്ക് പോകും മുമ്പുള്ള 45 മിനിറ്റ് മുമ്പ് നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ ആണ് നിങ്ങളുടെ ഉറക്കത്തിലെ സബ് കോൺഷ്യസ് മൈൻഡ് ക്യാച്ച് ചെയ്തെടുക്കുക. അതാണ് പണ്ട് ഋഷികൾ, യോഗികൾ, കാരണവന്മാർ നമ്മളോട് പറഞ്ഞത്. നിങ്ങൾ കിടക്കും മുമ്പ് നല്ലത് വായിക്കണം, നല്ലത് കേൾക്കണം, പ്രാർത്ഥന ചൊല്ലണം, മെഡിറ്റേഷൻ ചെയ്യണം, എന്നിട്ട് കിടക്കണം. ഈ 45 മിനിറ്റ്സ് മുമ്പ്, അതായത് ഉറക്കത്തിലേക്ക് പോകുന്നതിന് 45 മിനിറ്റ് മുമ്പ് നിങ്ങൾ എന്ത് പ്രവർത്തനമാണോ ചെയ്തത് അതുമായി കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ആ ഉറക്കത്തിൽ ഉണ്ടാവും. ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഏറ്റുമാനൂർ ശിവകുമാറിന്റെ രക്തയക്ഷി എന്ന നോവലാണ് വായിച്ചു തന്നിരിക്കട്ടെ.
അല്ലെങ്കിൽ നിങ്ങൾ കുക്കു FM-ലും ഇത് നിങ്ങൾ കേട്ടിട്ടാണ് നിങ്ങൾ കിടക്കണമെങ്കിൽ ഒരു സംശയവും വേണ്ട. അന്നത്തെ ഉറക്കം കംപ്ലീറ്റ് യക്ഷിയും പ്രേതവും ഒക്കെ വന്ന് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. ഉറക്കത്തിന്റെ മുമ്പ് നമ്മൾ ഭാര്യയും ഭർത്താവും കുറ്റപ്പെടുത്തുകയാണ്. അല്ലേലും താനൊരിക്കലും നന്നാവില്ല, അല്ലേലും നീ ഇങ്ങനെയാണ്, നീ അതാണ്. നമ്മൾ പലപ്പോഴും കുറ്റപ്പെടുത്തുമ്പോൾ എന്താ ചെയ്യുക? അയാളുടെ വീക്ക്നെസ്സിനാണ് നമ്മൾ കുത്തുന്നത്, അല്ലെ? കൈകൊണ്ട് അടിക്കുന്നതിനേക്കാൾ ആഴത്തിൽ അവരുടെ മനസ്സിൽ പതിയും നിങ്ങളുടെ വാക്കുകൾ. നാവിന് ചാട്ടുളി പോലെയാണ് നമ്മുടെ നാവെന്നാണ് പറയുക. അത് മനസ്സിന്റെ ആഴങ്ങളിലേക്കാണ് കുത്തിക്കയറുന്നത്. അതുകൊണ്ടാണ് ഒരിക്കലും ഒരാളെ ഭർഷിക്കരുത്, ചീത്ത പറയരുത്, ദേഷ്യപ്പെടരുത്, അനാവശ്യ വാക്കുകൾ ഉപയോഗിക്കരുത്. കിടക്കും മുമ്പ് എപ്പോഴും ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളാണെങ്കിലും, അവനിപ്പോ പഠനത്തിൽ മോശമാണ്, മോനെ നീ പേടിക്കേണ്ട, നീ ശരിയാകും, നീ നന്നായി പഠിക്കുക, അച്ഛനും അമ്മയൊക്കെ കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ അവൻ ആത്മവിശ്വാസമാണ് ഉണ്ടാകുന്നത്. കുറ്റപ്പെടുത്തൽ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും പരസ്പരം കുറ്റപ്പെടുത്തി കിടന്നാൽ ആ ഉറക്കം മുഴുവൻ ഡിസ്റ്റർബ്ഡ് ആണ്. മനസ്സിലായി? ഇത് സയന്റിഫിക്കലി ഇത് പ്രൂവ്ഡ് ആണ്. മനഃശാസ്ത്രത്തില് ഉള്ളൊരു അനേകം മെത്തേഡുകൾ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുണ്ട്, അനേകം തിയറികളുണ്ട്. അപ്പൊ അതാണ് പറഞ്ഞത്, നമ്മളെപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളെ ആണെങ്കിലും മറ്റുള്ളവരെ ആണെങ്കിലും നിങ്ങളാണെങ്കിലും സ്വയം കുറ്റപ്പെടുത്തരുത്. രാത്രി കിടക്കുന്ന സമയത്തായിരിക്കും നമ്മൾ ആലോചിക്കുന്നത്, എന്റെ ജീവിതം ഇങ്ങനെയായി പോയല്ലോ, ഞാൻ വളരില്ലല്ലോ, ഞാൻ ഉയരില്ലല്ലോ, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ. നിങ്ങളുടെ എല്ലാ നെഗറ്റീവും നിങ്ങൾ ചിന്തിച്ചിട്ട് ഉറങ്ങാൻ കിടക്കും. ആ രാത്രി മുഴുവൻ നിങ്ങൾ ആ നെഗറ്റീവിലായിരിക്കും. മറിച്ച് ശരിയാകും, ശുഭമാകും, വളരും, ഉയരും, നേടും, ഈ സമയവും കടന്നു പോകും, നല്ലത് സംഭവിക്കും എന്നുള്ള പോസിറ്റീവ് ചിന്താഗതി പുലർത്തണം. നമ്മൾ നെഗറ്റീവ് ചിന്തിച്ചിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഒരു ഗുണവുമില്ല. അത്ര ഊർജം പാഴാകും, അത്രയും മനഃശക്തി പോകും എന്നുള്ളതാണ്. അപ്പോ ബി പോസിറ്റീവ്, ബി ക്രിയേറ്റീവ്. ഈ പോസിറ്റീവും ക്രിയേറ്റീവും ആകാനുള്ള, മനസ്സിനെ ശക്തമാക്കാനുള്ള, മനസ്സിനെ ഊർജ്ജസ്വലമാക്കാനുള്ള, മനസ്സിനെ ശാന്തമാക്കാനുള്ള വിദ്യകളാണിതെന്ന് അറിയുക. അപ്പൊ അതിന്റെ പ്രാധാന്യം നിങ്ങൾ അറിഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്നത് ഇത് ഏറ്റവും വലിയൊരു മെഡിസിൻ ആണെന്ന് അറിയുക. നമ്മളെ ശാരീരിക മാനസിക രോഗങ്ങളെ ക്യൂർ ചെയ്യുന്ന നമ്മുടെ തന്നെ ഉള്ളിലുള്ള ഒരു സിദ്ധൌഷധമാണ് ധ്യാനം എന്ന ഈ മെത്തേഡ്, ആയുഷ്കല എന്ന് വിളിക്കുന്ന മെത്തേഡ്. ഓക്കെ, അപ്പൊ പ്രാണനാകുന്ന ദിവ്യ ഊർജമാണ് നമ്മളുടെ ഓരോ നിമിഷവും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ പ്രാണൻ എന്ന് നമ്മളിൽ നിന്ന് പോകുന്നോ, മരിച്ചു കിടക്കുന്ന ഒരാളെ നമ്മൾ എന്ത് പറയും? അല്ലെ, പ്രാണൻ പോയി എന്നാണ് പറയുക. അതാണ് ശാസ്ത്രം ഇത്രയും വളർന്നത്. പക്ഷെ മരണത്തിന് പിന്നിലെ കാരണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മരിച്ചതിന് ശേഷം എങ്ങോട്ട് പോകുന്നു എന്നും ശാസ്ത്രത്തിന് പറയാൻ സാധിച്ചിട്ടില്ല. ആത്മാവുണ്ടോ എന്ന് ഒരു പരീക്ഷണശാലയിലും തെളിയിക്കാനും സാധിച്ചിട്ടില്ല. പക്ഷെ ഭാരതീയ ഋഷിവര്യന്മാർ, യോഗിവര്യന്മാർ അതിനെപ്പറ്റി കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പൂർവ്വജന്മമെന്ത്, പുനർജന്മമെന്ത്, മരണാനന്തര ജീവിതമെന്ത്, ഈ ജീവിതത്തെ എങ്ങനെ സുഖശാന്തമാക്കി കൊണ്ടുപോകാം, എല്ലാം അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ ഇതൊക്കെ അനുഷ്ഠിക്കുക വഴി അതാണ് സംഭവിക്കുക. ഒന്ന്, നിങ്ങൾ എല്ലാവരും, കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ ചോദിച്ചു, മകൻ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആയുഷ്കൽ, ഇവൻ സന്യാസിയായി പോകാനുള്ള സാധ്യതയുണ്ട്. എനിക്ക് ഇത് എന്റെ അബദ്ധത്തിന് ഞാൻ പുള്ളിയെ ഞാൻ പണ്ട് ജ്യോതിഷം പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ, സാർ എന്റെ ജാതകം ഗ്രഹനില ഒന്ന് നോക്കുവാൻ ചോദിച്ചു ചട പറയായിരിക്കും. ഒന്നാമത് നമുക്ക് നേരെയില്ല. അപ്പൊ ഇദ്ദേഹം ഗ്രഹനില അയച്ചിട്ട് എന്നോട്, ഇവൻ സാറേ എങ്ങനെയാണ് ശരിയാകുമോ, ഇവൻ എന്താണ് ഇവന്റെ ഭാവി, ഇവൻ സന്യാസിയായി പോകുമോ? പണ്ട് ഏതോ ഒരു ജ്യോതിഷി പറഞ്ഞു ഇവന്റെ ജാതകത്തിൽ സന്യാസ യോഗം ഉണ്ടെന്ന് പറയും. ഇപ്പൊ നമ്മൾ സ്വാമി വിവേകാനന്ദന്റെ ജാതകം പഠിച്ചാൽ, ഞാനൊക്കെ ജ്യോതിഷം പഠിക്കുന്ന സമയത്തും ഇങ്ങനെയുള്ള ജാതകങ്ങൾ പലതും അനലൈസ് ചെയ്യാറുണ്ട്. അതിലൊരു 70% വളരെ കറക്റ്റ് ആയിട്ട് കാണാറുണ്ട്. അതുപോലെ കൃത്യമായി ഗണിച്ചെടുത്തു കഴിഞ്ഞാൽ സ്വാമി വിവേകാനന്ദന്റെ, രാമകൃഷ്ണ പരമഹംസരുടെയൊക്കെ ജാതകങ്ങൾ നോക്കുമ്പോൾ അവരിൽ പലരും സന്യാസ യോഗം അതിശക്തമായിട്ട് നിൽക്കുന്നവരാണ്. ചിലരുടെ ജാതകത്തിൽ സന്യാസ യോഗം ഉണ്ടാകും, പക്ഷെ ശക്തമായിരിക്കില്ല. പല യോഗങ്ങളും സമ്മിശ്രമായിട്ടാണ് വരിക. രാജയോഗം, കേമദ്രുമ യോഗം, പല യോഗങ്ങളും ജ്യോതിഷത്തിലുണ്ട്. പക്ഷെ നിങ്ങൾ അതിനെയൊക്കെ വിടുക. നിങ്ങൾ ജ്യോതിഷത്തെയും ജാതകത്തെയൊക്കെ സെക്കൻഡറി ആക്കി നിങ്ങൾ വയ്ക്കുക. ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങളുടെ സാധനങ്ങൾ, അവനവനിൽ വിശ്വസിക്കുക. നിങ്ങളുടെ മനസ്സാണ് ഏറ്റവും വലിയ വിശ്വാസം. ഇതിനോട് അനുബന്ധിച്ച് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ വീട്ടിൽ ആഭിചാര ദുർമന്ത്രവാദ ദോഷങ്ങളാണ്. ആയുഷ്കല ചെയ്ത ഒരാളാണ്, ഇവിടെ ഉണ്ടോ എന്നറിയില്ല. എന്റെ വീട്ടിൽ ഈ പറയുന്ന ആഭിചാര ദുർമന്ത്രവാദം ഏറ്റവും അടുത്ത ബന്ധു ചെയ്തിട്ടുണ്ട്. അപ്പൊ സാർ എനിക്കൊരു പരിഹാരം പറഞ്ഞു തരണം. ഞാൻ പറയാനുള്ള പരിഹാരം, ആരെന്നോട് ഇത് ചോദിച്ചിട്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, മനസ്സിനെ ശാന്തമാക്കി നിർത്തുക, ശക്തമാക്കി നിർത്തുക. ശക്തമായൊരു മനസ്സുണ്ടെങ്കിൽ ഒരു ആഭിചാരവും ഒരു മന്ത്രവും നിങ്ങളിലേക്കില്ല. എത്രയോ നിരീശ്വരവാദികളും യുക്തിവാദികളും ഉണ്ട്. അവർ ഈശ്വരനിലും വിശ്വസിക്കുന്നില്ല, ദൈവത്തിലും വിശ്വസിക്കുന്നില്ല. എനിക്കറിയാവുന്ന അനേകം ബിസിനസ്സുകാർ, അനേകം പ്രൊഫഷണൽസ് ഉണ്ട് പല മേഖലകളിൽ. ഇവര് പലരും ഈശ്വരനിൽ വിശ്വസിക്കാത്തവരാണ്. സാത്താനിലും വിശ്വസിക്കുന്നത്, ഈശ്വരൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ അവരുടെ മനസ്സ് വളരെ ശക്തമാണ്. ഞങ്ങൾ നേടും, ഞങ്ങൾ വിജയിക്കും,
ഈ മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഒന്നിനും നിങ്ങളെ തളർത്താൻ പറ്റില്ല. ഈ ഇദ്ദേഹം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു വീട്ടിൽ ആഭിചാര ദുർമന്ത്രവാദമാണ്. ഞാൻ പറഞ്ഞു വിളിക്കും നമുക്ക് സംസാരിക്കാം എന്ന് ഞാൻ പറഞ്ഞ സമയത്ത് പറഞ്ഞു സാറെ സംസാരിക്കാൻ വിഷയമാണ്. ഞാൻ ചോദിച്ചു അതെന്താ? സംസാരിച്ചു കഴിഞ്ഞാൽ ഫോണിൽ കൂടി ആഭിചാരം വരുമെന്നാണ് അവരുടെ വിശ്വാസം. അപ്പൊ നോക്കൂ, ഇതെല്ലാം മനുഷ്യ മനസ്സുണ്ടാക്കി വെക്കുന്ന ചില കാര്യങ്ങളാണ്. മന്ത്രശാസ്ത്രം അനേക തരത്തിലുണ്ട്. തന്മന്ത്രവാദവും ദുർമന്ത്രവാദവും എന്നീ രണ്ട് മേഖലകളുണ്ട്. ഞാൻ തന്നെ കേരളത്തിലെ 3 മന്ത്രവാദികളെ പറ്റി കുറെ വർഷങ്ങൾക്ക് മുമ്പ് 3 മന്ത്രവാദികളെ പറ്റി പഠിച്ചു. ഇവര് 3 പേരും ദുർമന്ത്രവാദം ചെയ്യുന്നവരായിരുന്നു. 3 പേരും ഇന്നില്ല. അവരുടെ തലമുറ പോലും സത്യം പറഞ്ഞാൽ ഇന്നില്ല. ഭൂമാറാങ്ക് പോലെയാണ്. നിങ്ങൾ ഒരാൾക്കെതിരെ ഈ പറയുന്ന ആഭിചാരം ഒന്ന് നിങ്ങൾ ആദ്യം ഇതിൽ മനസ്സിലാക്കേണ്ടത് ഇതിൽ 90% തട്ടിപ്പാണ്. ഇതിൽ 90% ഇന്ന് ആഭിചാര ദുർമന്ത്രവാദകാരികൾ ചെയ്യാനുള്ള സിദ്ധിയുള്ളവർ ഇല്ല. തന്മന്ത്രവാദം സിദ്ധമാകണമെങ്കിലും ദുർമന്ത്രവാദം സിദ്ധമാകണമെങ്കിലും ആ മന്ത്രത്തെ ഉപാസിച്ച് സിദ്ധി വരുത്തിയ ഒരാൾക്ക് പറ്റും. നമ്മൾ ചില സിനിമയിൽ കണ്ടിട്ടില്ലേ, മുട്ട പൊടിച്ചിട്ടും ആ മുട്ട എടുത്തിട്ട് അത് കഴിച്ചിട്ട് പോകുന്ന ആൾക്കാരൊക്കെ നമ്മൾ ചില സിനിമകളിലൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ എന്നതുപോലെ ഈ ഏത് മന്ത്രം ആണെങ്കിലും അതിന് എഫക്റ്റ് ഉണ്ടാകണമെങ്കിൽ ഫലസിദ്ധമാകണമെങ്കിൽ അതേ രീതിയിൽ ചെയ്യണം. ദുർമന്ത്രവാദം എന്ന് പറയുന്ന ദുർമന്ത്രവാദങ്ങളുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ശക്തമായൊരു മനസ്സ് നിങ്ങൾക്കുണ്ടോ, ഒരു മന്ത്രവും നിങ്ങളിൽ ഏൽക്കില്ല. 100% ഇത് സത്യമാണ്. നിങ്ങളുടെ മനസ്സ് ശക്തമാണ്. ഇനി നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാം ഉപാസകരാണ്. നിങ്ങൾക്ക് ഒരു പക്ഷേ ഒരു കുടുംബ പരദേവത ഉണ്ടാകും, ഇല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ക്ഷേത്ര വിശ്വാസിയായിരിക്കും. കൊടുങ്ങല്ലൂർ അമ്മയെ വിശ്വസിക്കുന്നവരുണ്ട്, ശബരിമല ശാസ്താവിനെ വിശ്വസിക്കുന്നവരുണ്ട്, വൈക്കത്തപ്പനെ വിശ്വസിക്കുന്നവരുണ്ട്, തിരുമാന്താംകുന്ന് കാളിയെ വിശ്വസിക്കുന്നവരുണ്ട്. നിങ്ങൾക്കൊരു ഇഷ്ടദേവത ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു ആഭിചാര പ്രയോഗവും നിങ്ങളിൽ ഏൽക്കില്ല. നിങ്ങൾക്കൊരു കുടുംബ ദേവത, അത് അറയിൽ ഭഗവതിയാകാം, മറ്റിൽ ഭഗവതിയാവാം, കാവിൽ ഭഗവതിയാകാം. ഒരു കുടുംബ ഭരദേവത നിങ്ങൾക്കുണ്ടോ, നിങ്ങൾക്കെതിരെയുള്ള ഒരു ആഭിചാരമോ ദുർമന്ത്രവാദമോ നിങ്ങളിൽ ഏൽക്കില്ല. കാരണം ഭരദേവതകളും ഇഷ്ടദേവതകളും ഉപാസനാമൂർത്തികളും ഏത് ദുർമന്ത്രവാദ പ്രയോഗത്തെയും അതുണ്ടെങ്കിൽ, അത് ശക്തമായി പ്രയോഗിക്കാൻ അറിയുന്നവർ ഉണ്ടെങ്കിൽ, അങ്ങനെ അവർ പ്രയോഗിച്ചാൽ പോലും നിങ്ങളിൽ ഏൽക്കില്ല. പിന്നെ പലതും ഏൽക്കും. ഒരാൾ ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങൾ വിശ്വസിക്കുകയാണ്, അവൻ എനിക്കെതിരെ ആഭിചാരം പ്രയോഗിച്ചിട്ടുണ്ട്, ദുർമന്ത്രവാദം പ്രയോഗിച്ചിട്ടുണ്ടെന്ന് നിങ്ങളുടെ മനസ്സ് വിശ്വസിച്ചു കഴിഞ്ഞാൽ, അവൻ ഇതൊന്നും അറിഞ്ഞു കാണില്ല, അവൻ ഇത് ചെയ്തിട്ടേ ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ വിശ്വസിക്കുകയാണ്, ഇന്നലെ ഞാൻ ബൈക്കിൽ പോയ സമയത്ത് ബൈക്ക് സ്കിഡ് ചെയ്തത് അവൻ ദുർമന്ത്രവാദം ചെയ്തിട്ടാണ്, പൊടി വെച്ചിട്ടാണ്, ശത്രു സംഹാരം ചെയ്തിട്ടാണെന്ന് വിശ്വസിച്ചാൽ അവൻ ചെയ്തു കാണില്ല. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു തോന്നലുണ്ടായി, ആ തോന്നൽ മനസ്സിൽ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. പല കാര്യങ്ങളും അങ്ങനെയാണ്. മനസ്സിനെ പറ്റി അഗാധമായി നമുക്ക് പഠിക്കാനുണ്ട്. ഹിപ്നോസിന്റെ ഒക്കെ വിവിധ മേഖലകളുണ്ട് മനുഷ്യ മനസ്സിനെ പറ്റി പഠിക്കുമ്പോൾ. അപ്പോ ഫസ്റ്റ് മനസ്സിനെ നിങ്ങൾ ശാക്തീകരിക്കുകയാണ്. ഒരു ഉപാസന ജീവിതത്തിൽ നിങ്ങൾ പുലർത്തുക. നിങ്ങൾക്കെതിരെ ഇങ്ങനെയുള്ള വിശ്വാസങ്ങളുള്ളവർ പലരും ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. അങ്ങനെ ദുർമന്ത്രവാദമോ ആഭിചാരമോ ഇങ്ങനെയുള്ള പ്രയോഗങ്ങളോ ചെയ്യാൻ അറിവുള്ളവർ ഇന്നില്ല. ഞാൻ കേരളത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ചപ്പോൾ 3 പേര് അന്നുണ്ടായിരുന്നു. 3 പേരും മരിച്ചത് ഏറെ നാൾ കിടന്ന് കഷ്ടപ്പെട്ട് ദുരിതം അനുഭവിച്ചിട്ടാണ് അവര് മരിച്ചത്. അവര് സമ്പാദിച്ചതെല്ലാം പോയി ഈ ദുർമന്ത്രവാദ പ്രയോഗത്തിലൂടെ. നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും, ചീത്ത ചെയ്താൽ ഈ പ്രപഞ്ചം അല്ലെങ്കിൽ ഈ ശക്തി നമുക്ക് ചീത്ത തരും. നമ്മൾ പോസിറ്റീവായി ചിന്തിച്ചാൽ ജീവിതം പോസിറ്റീവ് ആകും. നിങ്ങൾ നെഗറ്റീവായി ചിന്തിച്ചാൽ ജീവിതം നെഗറ്റീവ് ആകും. ദുർമന്ത്രവാദമുണ്ട്, അല്ലെങ്കിൽ യക്ഷിയുണ്ട്, പ്രേതമുണ്ട്, ഇതൊക്കെ എന്നെ ഉപദ്രവിക്കും എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ, ഇതില്ലെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സ് വിശ്വാസമല്ലേ എല്ലാം, വിശ്വാസമാണെല്ലാം എന്നൊരു പരസ്യവാക്യം കേട്ടിട്ടില്ലേ? 100% കറക്റ്റ് ആണ്. മനഃശാസ്ത്രത്തിൽ നിന്ന് നോക്കുമ്പോൾ 100% സത്യമാണ്. മനസ്സിലായില്ലേ? ദുർമന്ത്രവാദം ഉണ്ട് എന്ന് നിങ്ങൾ വിചാരിച്ചാൽ ഉണ്ട്. എനിക്കിത് സംഭവിക്കുന്നത് അതുകൊണ്ടാണെന്ന് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡിൽ ആ ഒരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ അതങ്ങനെ പ്രവർത്തിക്കും. ഞാൻ ഒരു മനഃശാസ്ത്രത്തിന്റെ കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. കുറെ പേർക്ക് ചോദ്യങ്ങളുണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതായത് മനുഷ്യ മനസ്സിന് പ്രധാനമായും 3 തലങ്ങളുണ്ട്: കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്. ഇത് ആധുനിക സൈക്കോളജിയുടെയും ഭാരതീയ സൈക്കോളജി, അതറിയപ്പെടുന്നത് സമ്മോഹന വിദ്യ എന്നുള്ളത്, സമ്മോഹന ശാസ്ത്രം എന്നാണ് ഭാരതീയ മനഃശാസ്ത്രം അറിയപ്പെടുന്നത്. അപ്പൊ ഇതില് നമ്മൾ സിഗ്മണ്ട് ഫ്രോയിഡിനെ പോലെയുള്ള അവരുടെ ആശയങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വരുമ്പോൾ അവര് മനസ്സിന് പറയുന്നത് ബോധ മനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സ്.
അപ്പൊ നിങ്ങൾ ഉണർന്നിരുന്ന് എന്നെ ഗൂഗിൾ മീറ്റിലൂടെ കാണുന്നു, നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ബോധം എവിടെയാണ്? എന്നിലാണ്, എന്റെ ശബ്ദത്തിലാണ്, എന്റെ രൂപത്തിലാണ്, നിങ്ങളുടെ മുമ്പിലുള്ള മൊബൈൽ ഫോണിലാണ്. അപ്പൊ നിങ്ങൾ കോൺഷ്യസ് ആണ്, നിങ്ങൾ ഉണർന്നിരിക്കുന്നു. പഞ്ചേന്ദ്രിയാൽ നയനം പ്രധാനം, കണ്ണിലൂടെ നിങ്ങൾ എന്നെ കാണുന്നു, അല്ലെ? ചെവിയിലൂടെ ഇൻഫോർമേഷൻസ് നിങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ബോധതലത്തിലുണ്ട്. ഇനി ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ ഒരു 10-10:30 ഉറങ്ങാനും കിടക്കും. നിങ്ങളുടെ കണ്ണടഞ്ഞു, നിങ്ങളുടെ ചെവി ഓട്ടോമാറ്റിക്കലി അടഞ്ഞു, നിങ്ങളുടെ കൈകാലുകളും ശരീരവും നിശ്ചലമായി. നിങ്ങൾ കിടക്കയിൽ മലർന്നോ കവിഴ്ന്നോ അല്ലെ റാ പോലെ ഒക്കെ നമ്മൾ കിടക്കുകയാണ്. അപ്പൊ നമ്മളൊന്നും കാണുന്നില്ല, നമ്മളുടെ ചെവി ഒന്നും കേൾക്കുന്നില്ല. ആ സമയം പക്ഷെ നിങ്ങളുടെ മനസ്സ് ആക്റ്റീവ് ആയിരിക്കും. ഏത് മനസ്സ്? സബ് കോൺഷ്യസ് മൈൻഡ്, ഉപബോധ മനസ്സ്. ഇന്നോ ഇന്നലെയോ ഒരു മാസം മുമ്പോ ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ഏറ്റവും അടുത്ത് ഏതാനും മാസങ്ങൾ ഏതാനും വർഷങ്ങൾ മുമ്പുള്ള എല്ലാ ഡേറ്റാസും നിങ്ങളുടെ ഉപബോധ മനസ്സിലുണ്ടാവും. അറ്റ് പ്രസന്റ് ഉള്ളതും കുറച്ച് ബാക്കിലേക്കുള്ള ഡേറ്റാസ് എല്ലാം നിങ്ങൾ ഉപബോധ മനസ്സിലാക്കും. അതാണ് പറഞ്ഞത്, നിങ്ങൾ കിടക്കും മുമ്പ് യക്ഷിയുടെ നോവല് വായിച്ചിട്ട് കിടന്നാൽ, ഭാര്യയും ഭർത്താവും കൂടി ചീത്ത പറഞ്ഞു കിടന്നാൽ, പിള്ളേരെ വഴക്കിട്ടിട്ട് കിടന്നാൽ, നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ആ ഒരു ആഘാതം ഉണ്ടാകും. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നിങ്ങൾ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആകും. അപ്പൊ കണ്ണും ചെവിയും അടഞ്ഞിട്ടും മനസ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്ദ്രിയങ്ങളൊക്കെ അടഞ്ഞു. പഞ്ചേന്ദ്രിയങ്ങളാണ് കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക്. കണ്ണ് കാഴ്ചയെ നൽകുന്നു, ചെവി കേൾവിയെ നൽകുന്നു, മൂക്ക് ഗന്ധത്തെ നൽകുന്നു, നാവ് രുചിയെ നൽകുന്നു, ത്വക്ക് സ്പർശനത്തെ നൽകുന്നു. ഇതിലൂടെയാണ് നമ്മുടെ ഡേറ്റാസ് പ്രപഞ്ചത്തിൽ നിന്ന് സ്വീകരിക്കുന്നത്. ഈ കിട്ടുന്ന ഡേറ്റ പോസിറ്റീവ് ആണോ, നിങ്ങൾ പോസിറ്റീവ് ആയിരിക്കും. ഈ പ്രപഞ്ചത്തിൽ നിന്ന് നിങ്ങളുടെ സാഹചര്യങ്ങൾ, നിങ്ങൾ എന്ത് കേൾക്കുന്നു, എന്ത് പഠിക്കുന്നു, എന്ത് ഉൾക്കൊള്ളുന്നു, അതിനനുസരിച്ചാണ് സ്വഭാവം രൂപപ്പെടുന്നത്. നല്ലത് കേട്ടാൽ, നല്ലത് ചിന്തിച്ചാൽ നല്ല പ്രവർത്തനങ്ങൾ വരും. നെഗറ്റീവ് ആണെങ്കിൽ, നെഗറ്റീവായ കാര്യങ്ങളാണ് കേൾക്കുന്നതെങ്കിൽ ജീവിതത്തിൽ നെഗറ്റീവായിരിക്കും സംഭവിക്കുക. അതാണ് ബി പോസിറ്റീവ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഉപബോധ മനസ്സ് ഉറക്ക സമയത്ത് പ്രവർത്തിക്കുന്നു. ഉപബോധ മനസ്സും അബോധ മനസ്സിന്റെ തലവും ഇതിനെപ്പറ്റി നമുക്ക് വിശദമായിട്ട് പറയാം. അബോധ മനസ്സെന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരു തലമാണ്. ഈ അബോധ മനസ്സ് നിങ്ങളുടെ ജന്മജന്മാന്തരങ്ങളുമായിട്ട് ബന്ധമുണ്ട്. ഇപ്പൊ ഹിപ്നോസിസിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ, ഒരാളെ ഹിപ്നോസിസ് ചെയ്യുന്ന സമയത്ത്, ഹിപ്നോട്ടിക് നിദ്രയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അവരുടെ ഈ സബ് കോൺഷ്യസ് മൈൻഡ് ആദ്യം കോൺഷ്യസ് മൈൻഡിലേക്ക് വരും, പിന്നെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇറക്കും, പിന്നീട് അവരുടെ അൺകോൺഷ്യസ് മൈൻഡ് അബോധ മനസ്സിലേക്ക് ഇറക്കും. അപ്പൊ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ഒരുപക്ഷെ നിങ്ങൾ ജനിച്ച് ആ കുട്ടിയായിരിക്കുമ്പോൾ മുതലുള്ള ഇന്ന് ഈ നിമിഷം വരെ സംഭവിച്ച കാര്യങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ തലത്തിലോ അല്ലെങ്കിൽ കുറച്ചുകൂടി ഡീപ്പായി നിങ്ങളുടെ അബോധ മനസ്സിന്റെ ആദ്യ ലെയേഴ്സിലോ ഉണ്ടാകും. ഏറ്റവും ചെറുപ്പത്തിൽ ഒരു 4 വയസ്സായ സമയത്ത് നിങ്ങൾ ഒരു പാമ്പിനെ കണ്ട് പേടിച്ചു. അന്ന് വലിയൊരു ആഘാതം ഉണ്ടായി. ഇന്ന് വൈകിട്ട് നിങ്ങൾ വീട്ടിലേക്ക് നടന്നു വരുന്ന വഴിയിൽ ഒരു പാമ്പിനെ കണ്ട് പെട്ടെന്നൊന്ന് ഭയന്നു. അപ്പൊ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ഏത് ഡാറ്റ കിടപ്പുണ്ട്, ഇല്ലെങ്കിൽ അതിന്റെ താഴെ അബോധ മനസ്സിൽ ഏത് ഡാറ്റ കിടപ്പുണ്ട്? 4-ാം വയസ്സിൽ പാമ്പിനെ കണ്ട് പേടിച്ച ആഘാതം, അല്ലെ? ആ ഒരു ഭയത്തിൻ്റെതായ ആ ഒരു വിത്ത് സീഡ് അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. ഇന്ന് അതിനനുകൂലമായ സാഹചര്യം ഉണ്ടായി. ഇന്ന് ഞാനൊരു പാമ്പിനെ കണ്ട് പേടിച്ചു. ഒരു പക്ഷെ ഉറക്കത്തിൽ ഇത് റിലേറ്റ് ചെയ്ത് പോകാം. നിങ്ങൾ ആ 4 വയസ്സുള്ള കുട്ടിയായി നിങ്ങളുടെ സ്വപ്നത്തിൽ നിങ്ങൾ പോകാം, നിങ്ങൾ ഭയപ്പെടാം. പല കാര്യങ്ങളെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ്. ഇത് കുറച്ചുകൂടി ഇത് ഈ ജന്മത്തിലാണ്. ഈ ജന്മത്തിനും അപ്പുറമായ ജന്മങ്ങളുണ്ട്. അത് അബോധ മനസ്സിന്റെ ആഴങ്ങളിലാണ് അത് കിടക്കുക. ജന്മാന്തര രഹസ്യങ്ങൾ അബോധ മനസ്സിന്റെ ആഴങ്ങളിലുണ്ട്. കഴിഞ്ഞ ജന്മം നമ്മൾ എവിടെയായിരുന്നു. മെനി ലൈഫ്സ് ആൻഡ് മെനി മാസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന ലോകപ്രശസ്തമായ ഗ്രന്ഥമുണ്ട് ബ്രയാൻ ലീവ്സിന്റെ. അതിൽ അദ്ദേഹം കാതറിൻ എന്ന പേരായ ഒരു ലേഡിയെ ഹിപ്നോസിസ് ചെയ്യുന്ന, ഹിപ്നോട്ടിക് നിദ്രയ്ക്ക് വിധേയമാക്കുന്ന സമയത്ത് ആ ലേഡി അവരുടെ അനേക ജന്മങ്ങളാണ് പറയുന്നത്. അനേക ജന്മങ്ങൾ, അനേക ഗുരുക്കന്മാർ. മെനി ലൈഫ്സ് ആൻഡ് മെനി മാസ്റ്റേഴ്സ്. ആമസോണിലെ ബുക്ക് അവൈലബിൾ ആണ്, മലയാളമുണ്ട്, വായിക്കുക. നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് മാത്രമല്ല ജന്മം, ഇതിനു മുമ്പൊക്കെ പലതും ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങളുടെ ആഴങ്ങളിലുണ്ട്. നമ്മൾ ധ്യാനത്തിലൂടെ അബോധ മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്നാൽ നിങ്ങൾക്കും കാണാൻ കഴിയും കഴിഞ്ഞ ജന്മം നമ്മൾ ആരായിരുന്നു എന്നുള്ളത്. അതിനിപ്പോ നിങ്ങൾ എവിടെയെങ്കിലും ഇപ്പൊ വലിയ കോഴ്സുകളൊക്കെ ഉണ്ട്. 1.25 ലക്ഷം രൂപയാണ് ഇപ്പൊ ഒരു കോഴ്സ്. ഈ അറ്റ് എന്നോട് ഒരാൾ പറഞ്ഞൊരു സംഭവമാണ്, സാറേ പൂർവ്വജന്മം കാണാൻ പറ്റും. ഒരാളൊരു സ്ഥലത്തുണ്ട്, ഞാൻ പേര് പറയുന്നില്ല, പക്ഷെ പുള്ളിക്ക് 1.25 ലക്ഷം രൂപ കൊടുക്കണം. 15 ദിവസത്തെ കോഴ്സാണ്. അപ്പൊ ഞാൻ ചോദിച്ചു 15 ദിവസം കോഴ്സ് സാറ് ചെയ്തോ? അപ്പൊ പുള്ളി 15 ദിവസം കോഴ്സ് ചെയ്തു. എന്നിട്ട് സാറ് പൂർവ്വജന്മം കണ്ടോ? ഇല്ല,
പുള്ളി പറഞ്ഞ വേറെ എന്തോ ഒരു ബ്ലോക്ക് ഉണ്ട്, ആ ബ്ലോക്ക് കൂടി മാറിയാല് കഴിയുന്നത്. അങ്ങനെയൊന്നുമല്ല, വെറുതെ കാശ് പോകുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ ചിലർ പറഞ്ഞില്ലേ, ഒറ്റ ദീക്ഷ കൊണ്ട് 3 മണിക്കൂർ എന്റെ അടുത്ത് വന്നിരുന്നാൽ മതി, ഞാനൊരു പ്രത്യേക ക്രിയ ചെയ്ത് നിങ്ങളുടെ മൂലാധാരത്തിലെ കുണ്ടലിനി ശക്തിയെ ഉണർത്തി സഹസ്രാരയിൽ എത്തിച്ചേക്കാം, അല്ലെ? സഹസ്രാരം തുറന്ന് ബ്രഹ്മരന്ധ്രം പ്രയോഗിച്ച് നിങ്ങൾ ശിവലോകത്തേക്ക് പോകും. അങ്ങനെയൊക്കെയുള്ള വിശ്വാസങ്ങൾ, അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ നടത്തുന്നവരുണ്ട്. ഈ ധാരാളം പേരുടെ അനുഭവങ്ങൾ ഉണ്ട്. അങ്ങനെയൊന്നും സാധ്യമാകുന്ന കാര്യമല്ല. നിങ്ങളുടെ പൂർവ്വജന്മ കർമ്മങ്ങൾ ശുദ്ധീകരിക്കപ്പെടണം. അതിന് നമ്മൾ തന്നെ പണിയെടുക്കണം, സാധന ചെയ്യണം. അല്ലാതെ ഒരൊറ്റ ദീക്ഷ കൊണ്ട് ഒരു ഒറ്റ 3 മണിക്കൂർ ഇരുന്നാൽ ജന്മജന്മാന്തര കർമ്മങ്ങളെല്ലാം തീരുമെന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. അത് പൈസക്കാണ് ഈ കോഴ്സ് നടത്തുന്നതെങ്കിൽ ഓർത്തോളുക, നിങ്ങളുടെ കാശ് കളയ്ക്കുന്നതാണ്. കുറച്ച് നാൾ മുമ്പ് മറ്റൊരു ടെക്നിക്ക് ഉണ്ടായിരുന്നു, ധാരാളം പേര് അതിൽ പോയിട്ടിട്ട് ഇങ്ങനെ ഒരു വെള്ളക്കുപ്പി കയ്യിൽ വെക്കും. അതായത് യോധ എന്ന് പറയുന്ന ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, അല്ലെ? മോഹൻലാൽ അഭിനയിച്ച അതിമനോഹരമായ ഒരു സിനിമയാണ് യോധ എന്ന് പറയുന്നത്. അപ്പൊ ഈ സിനിമയിൽ അക്കോസോട്ടു എന്ന് വിളിക്കുന്ന, അതായത് മോഹൻലാലിനെ അക്കോസോട്ടു എന്ന് വിളിക്കുന്ന ഒരു ലാമ, ഒരു കൊച്ചു ലാമയുണ്ട്. ഈ ലാമയ്ക്ക് ഒരു കഴിവുണ്ട്. അതിന്റെ ആ സിനിമയിലുണ്ട്, ഇങ്ങനെ ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ അവൻ നോക്കിക്കഴിഞ്ഞാൽ ത്രാടക ശക്തി എന്ന് പറയും. അതായത് ഏത് ഒബ്ജക്ട്സിനെയും ഈ ഹിപ്നോട്ടിസത്തിലൊക്കെ അങ്ങനെയുണ്ട്, സൈക്കോളജിയിലൊക്കെ അങ്ങനെ പല മെത്തേഡുകളും നമുക്ക് നോക്കി മൂവ് ചെയ്യിക്കാൻ പറ്റും. അവനിങ്ങനെ മോഹൻലാൽ ഇങ്ങനെ ചായ കുടിച്ച് വെക്കുമ്പോൾ സിനിമ കണ്ടവർക്കറിയാം, ആ നോക്കി ആ ഗ്ലാസിനെ അങ്ങനെ നീക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് പലരും ഒന്ന് ആഗ്രഹിക്കുന്നത്, വലിയ കോഴ്സുകൾ പഠിക്കാൻ പോകുന്നത്. പണ്ടൊരു സ്ഥലത്തൊരു കോഴ്സ് ഉണ്ടായി, ഇങ്ങനെ വെള്ളക്കുപ്പി കയ്യിൽ വയ്ക്കും, അല്ലെങ്കിൽ ഒരു ഉരുണ്ട തേങ്ങ കയ്യിൽ വയ്ക്കും, നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. കുറച്ച് കഴിയുമ്പോൾ എന്താണെന്നറിയാമോ, ഇത് നമ്മളെ ന്യൂറോ സംവിധാനമായിട്ട് കണക്ഷൻ ഉണ്ട്. നിങ്ങളുടെ കൈ നിങ്ങളറിയാതെ പോലും ചലിക്കും, അത് പൊട്ടും, അത് ആ വെള്ളക്കുപ്പി താഴെ വീഴും, തേങ്ങ താഴെ. അപ്പൊ നിങ്ങൾ വിചാരിച്ചു എന്തോ അദൃശ്യമായ ശക്തി എനിക്ക് കിട്ടിയിരുന്നു. ഈ ഹിപ്നോസിസ് ഏറ്റവും അധികം, അല്ലെങ്കിൽ അങ്ങനെയുള്ള മെത്തേഡുകൾ ഏറ്റവും അധികം വന്ന അടുത്ത കാലത്ത് കുറെ സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ട്രാൻസ് എന്ന് വിളിക്കുന്ന സിനിമ, അതേപോലെ പഴയ ഇതിലുള്ള ഗംഗ, ഏതാണ് മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന സിനിമയിലൊക്കെ അതുണ്ട്, അല്ലെ? അവരൊരുമിച്ച് അടുക്കളയിൽ നിൽക്കുന്ന സമയത്ത് എന്ത് പൊട്ടും, ഇതൊക്കെ ക്ലോക്ക് ഒക്കെ പൊട്ടി വീഴുന്നതൊക്കെ നമ്മൾ അതിൻ്റെ അകത്ത് കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ചില മെത്തേഡുകളാണ്. നമ്മുടെ മനുഷ്യ മനസ്സിന് അഗാധമായ ശക്തിയുണ്ട്, അദൃശ്യമായ ശക്തികൾ മനുഷ്യ മനസ്സിലുണ്ട്. അതൊക്കെ പ്രാക്ടീസിലൂടെ പലതും നേടാൻ പറ്റും. പക്ഷെ അതിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള സിദ്ധികളല്ല. ഏറ്റവും വലിയ സിദ്ധി എന്താണെന്ന് അറിയാം? ശാന്തി. ശാന്തമായ മനസ്സ്, സന്തോഷമായ മനസ്സ്, ഊർജ്ജസ്വലമായ മനസ്സ്, നല്ല കുടുംബാന്തരീക്ഷം, ഐക്യമുള്ള അച്ഛനും അമ്മയും മക്കളും, അല്ലെ? നമ്മളുടെ ജോലി 100% ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുന്നു, അതിൽ നിന്നുള്ള വരുമാനം കിട്ടുന്നു, സന്തോഷത്തോടെ ജീവിക്കുന്നു, മനുഷ്യ സമൂഹത്തിന് വേണ്ട സേവനങ്ങൾ ചെയ്യുന്നു, നിങ്ങളുടെ സാധന ചെയ്യുന്നു. ഇതാണ് ഏറ്റവും വലിയ സമ്പത്ത്. അല്ലാതെ നമ്മൾ ഇങ്ങനെയുള്ള തേങ്ങ മറിച്ചിടാനുള്ളതിനോ കുപ്പി മറിച്ചിടാനുള്ളതിനോ പോയിട്ടൊരു കാര്യമില്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞൊരു ഉദാഹരണമുണ്ട്, അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് നടക്കാം. പണ്ടൊരിക്കൽ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ 2 കഥകൾ ഇതിനകത്തുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് പഴയ ക്ലാസ്സിൽ. ഒരിക്കലൊരു ആളെ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ അടുത്ത് പറഞ്ഞു, ഗുരു എനിക്കൊരു സിദ്ധിയുണ്ട്. ഗുരു ചോദിച്ചു, എന്താ കുഞ്ഞ സിദ്ധി? എനിക്ക് ജലസ്തംഭന സിദ്ധിയുണ്ട്. എന്താണ് ജലസ്തംഭന സിദ്ധി? അതായത് പുള്ളി വെള്ളത്തിന് മുകളിൽ കൂടി നടന്നാൽ താഴ്ന്നു പോവില്ല. അതായത് പഞ്ചഭൂതങ്ങളിൽ ഒന്നായ ജലതത്വത്തെ അയാൾ അതിജീവിച്ചു. ചില പ്രത്യേക ടെക്നിക്കുകൾ വഴി ജലതത്വത്തെ അതിജീവിച്ചു. വാരണാസിയിലൊക്കെ ഉണ്ടായിരുന്ന വലിയൊരു സിദ്ധനുണ്ട്, ത്രൈലംഗ സ്വാമികൾ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഇടയ്ക്ക് ഗംഗാനദിയുടെ മുകളിൽ വന്നിരിക്കും. ഇടയ്ക്ക് പുള്ളി നേരെ ഗംഗാനദിയുടെ അടിയിൽ പോയിരിക്കും. അത് പല സിദ്ധികളാണ്, അല്ലെ? അഷ്ടസിദ്ധികളെ പറ്റി, അണിമ അഗ്നിമ ലഘിമ ഈശിത്വം, അങ്ങനെ അഷ്ടസിദ്ധികളും 108 സിദ്ധികളെയൊക്കെ പറ്റി യോഗതന്ത്രയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോ രാമകൃഷ്ണ പരമഹംസർ ചോദിച്ചു, ഈ സിദ്ധി നേടാൻ നീ എത്ര വർഷം എടുത്തു? അത് പറഞ്ഞു, ഗുരു 12 വർഷം, 12 മണിക്കൂർ വീതം 12 വർഷം ഞാൻ പ്രാക്ടീസ് ചെയ്തു. ഒരു ദിവസം 12 മണിക്കൂർ. എന്നിട്ടാണ് എന്ത് സംഭവിച്ചത്? ജലത്തിന് മുകളിൽ കൂടി പോകാം. ഇപ്പൊ പോകുമ്പോൾ ആൾക്കാരൊക്കെ കൈയടിക്കും, ജലത്തിന് മുകളിൽ കൂടി പോകും. രാമകൃഷ്ണ പരമഹംസർ തിരിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞെ, ഏറ്റവും മഹത്തായ 12 വർഷം നീ വേസ്റ്റാക്കിയിരുന്നു. ആ സമയം നീ ആത്മീയ സാധന ചെയ്തെങ്കിൽ നീ എവിടെ എത്തിയ? അരയണ എന്നാണ് കണക്കാണ്. അരയണ നിന്നെങ്കിൽ ഒരു തോണിക്കാരൻ നിന്നെ ആ നദിയുടെ അപ്പുറത്ത് എത്തിക്കില്ലായിരുന്നോ? എന്തിനാണ് 12 വർഷം ഈ സിദ്ധി കാണിക്കാനായിട്ട് നീ കടന്നത്? കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ചർച്ചയിൽ ഒരാൾ ചോദിച്ചു, ആകാശഗമന സിദ്ധിക്ക് ഈ കാലഘട്ടത്തിൽ പ്രാമുഖ്യമുണ്ടോ? കഴിഞ്ഞിടെ അരുണാചലത്തിൽ വെച്ച്, ഇത് പലപ്പോഴും അരുണഗിരിയിൽ സംഭവിക്കുന്നതാണ്. ഒരുപാട് അത്ഭുതങ്ങളുള്ള ഒരു സ്ഥലമാണ് അരുണാചലം. ഇതേപോലെ 1-2 പേര് അരുണഗിരിയിൽ മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത്
അരുണഗിരിയുടെ ഒരു ഗുഹയ്ക്ക് സമീപം ഇവരൊരു സിദ്ധനെ കാണുകയാണ്. ഈ സിദ്ധൻ ഇവര് സിദ്ധനെ കണ്ടു. സിദ്ധനെ ഇവര് തൊഴുതു. സിദ്ധൻ ഇവരെയും തൊഴുതു. അദ്ദേഹം കൈ ഉയർത്തി റോക്കറ്റ് വിടുന്ന പോലെ എന്ന് പറഞ്ഞ് ആകാശത്തിലേക്ക് അദ്ദേഹം പൊങ്ങി എവിടെയോ മറന്നു. ഈ അരുണാചലത്തിൽ സ്ഥിരം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇത്തരത്തിലുള്ള അനേക സിദ്ധന്മാർ ഇപ്പോഴും ഉണ്ട്. അവർക്ക് വലിയ യോഗികളാണ്, വലിയ സിദ്ധന്മാരാണ്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് നടന്ന ചർച്ചയിലാണ് ചോദിച്ചത്, നമുക്കിപ്പോ ആകാശഗമന സിദ്ധി വേണം, എന്തിനാ? ഒരാവശ്യമില്ല. നിങ്ങൾക്ക് UAE പോകണം, നെടുമ്പാശ്ശേരിയിൽ ചെന്നാൽ ഫ്ലൈറ്റിൽ കയറി ഈസി ആയിട്ട് പോകാം. ആ സിദ്ധി നേടാൻ 12-18 വർഷം ഉപയോഗിക്കേണ്ട ജലസ്തംഭന സിദ്ധിയുടെയും ആവശ്യമില്ല. നമ്മൾ സിദ്ധികളുടെ പുറകെ പോകാതിരിക്കുക. അപ്പൊ ഈ തന്ത്രം പഠിപ്പിക്കുന്നതുകൊണ്ട് പലരും ചോദിക്കും, സാറേ അപ്സരാ സാധന പഠിപ്പിക്കുന്നു. ഞാൻ ചോദിച്ചു, എന്തിനാ അപ്സര വന്നിട്ട്? അപ്സര ഉണ്ടോ? ഉണ്ട്. 100% സത്യമാണ്. അപ്സരയുണ്ട്. ഗന്ധർവന്മാരുണ്ടോ? ഉണ്ട്. 100% സത്യമാണ്. എന്നാൽ ഇവരെ ഒന്നും നിസാരമായി വരുന്ന ആൾക്കാരല്ല. പക്ഷെ ഇവര് വരാനും പ്രയാസം, അപകടം പിടിച്ച സാധനങ്ങളാണ്. വേറൊരു വിഷയം പോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇവിടെ നമ്മളുടെ ഈ ശിവകുണ്ഡലിയോഗം, ആയുഷ്കല പോലെയുള്ള മെത്തേഡുകൾ നമ്മളെ പഠിപ്പിക്കുന്നത് ഊർജ്ജസ്വലമായ ഒരു മനസ്സും ഊർജ്ജസ്വലമായ ഒരു ശരീരവും ഊർജ്ജസ്വലമായ ഒരു ബുദ്ധിയും സദാ സ്പന്ദിക്കുന്ന കുണ്ഡലിനിയുടെ അനുഭവങ്ങളുള്ള ഒരു ആസ്ട്രൽ ബോഡിയും സൃഷ്ടിക്കാനായിട്ടാണ്. ശരീര മനോ ബൗദ്ധിക ആത്മീയ തലങ്ങളെ വികസിപ്പിക്കുന്നതിനുള്ള വിദ്യയാണ് ആയുഷ്കല എന്നറിയുക. അതിന്റെ പ്രാധാന്യം അറിഞ്ഞ് നല്ല രീതിയിൽ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ ധ്യാനത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ധ്യാനമാണ് എല്ലാം. ജീവിതത്തില് ശാന്തിയും സുഖവും സന്തോഷവും ഊർജ്ജസ്വലതയും നിറയ്ക്കുന്നത് ധ്യാനമാണ്. ശരീരത്തെയും മനസ്സിനെയും ബുദ്ധിയെയും ആത്മാവിനെയും വികസിപ്പിക്കുന്നത് ധ്യാനമാണ്. കുടുംബജീവിതത്തെയും സമൂഹ ജീവിതത്തെയും രാഷ്ട്ര ജീവിതത്തെയും ലോക ജീവിതത്തെയും ശ്രേഷ്ഠമാക്കുന്നത് ധ്യാനമാണ്. ധ്യാനത്തിലൂടെ ശാന്തസുന്ദരമായ ഒരു മനസ്സിനെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും. അപ്പോൾ അതീവ പ്രാധാന്യമുണ്ട് ധ്യാനത്തിന് നമ്മളുടെ ജീവിതത്തിൽ. രാവിലെ എഴുന്നേൽക്കുക, 4 മണിക്കും 6 മണിക്കും പരമാവധി നിങ്ങൾ പഠിച്ച കുണ്ഡലിനി ക്രിയ പ്രാക്ടീസ് ചെയ്യുക. ധ്യാനം അതിൻ്റെ അകത്ത് തന്നെയുണ്ട്. ആയുഷ്കലയുടെ ഓരോ പ്രാക്ടീസ് കഴിയുമ്പോഴും നിങ്ങൾ ഇരിക്കുന്നത്, നട്ടലിലെ ശിരസ് ബ്രീത്തിനെ ഒബ്സർവ് ചെയ്യുന്നത് ധ്യാനമാണ്. ജാഗ്രത ധ്യാനമെന്ന മെത്തേഡാണെന്ന് അറിയുക. ഓക്കെ, അപ്പൊ ഈ പ്രാധാന്യം മനസ്സിലാക്കി തന്നെ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. 10 മണിക്ക് നമ്മൾ കൃത്യം നടത്തും. സംശയങ്ങൾ ഞാൻ പറഞ്ഞ മനസ്സിലായോ? ബോറടിച്ചോ? ഇല്ല, മനസ്സിലായി. ചോദിക്കും, സംശയങ്ങൾ ചോദിക്കും. സംശയങ്ങളില്ല, സന്തോഷം. 150 പേരുണ്ട്. ആ, പറയൂ. എനിക്ക് ഈ ചെറിയ പ്രായത്തിൽ നമുക്ക് കുറെ മോശമായിട്ടുള്ള കുറെ അനുഭവങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തർ ചൂഷണം ചെയ്യുന്ന രീതിയിൽ കുഞ്ഞു പ്രായത്തിലായാലും ബാല്യമൊന്നും അത്ര നന്നായിട്ടായിരുന്നില്ല. അതുപോലെ യൗവനം വന്നപ്പോഴും കല്യാണം കഴിഞ്ഞപ്പോഴും എല്ലാം നമ്മളെ കൊണ്ട് കാര്യം കണ്ടിട്ട് പിന്നെ നമ്മളെ വെറും കറിവേപ്പിലകൾ എടുത്തു കളയുന്ന ഒരവസ്ഥ ഇത്രയും വർഷമായിട്ട്. ഇപ്പൊ എനിക്ക് 36 വയസ്സ് കഴിഞ്ഞു. അതിൽ നിന്നൊക്കെ ഒരു മോചനം വേണമെന്നുള്ള ഒരു ആഗ്രഹത്തിലൂടെയാണ് ഞാൻ ഇത് ആയുഷ്കലയിൽ ഇരിക്കാൻ തുടങ്ങിയത്. അത് അത്രയും സമയം നമ്മള് എല്ലാം മറക്കും. ആ ഇരിക്കുന്ന ഇപ്പൊ നമുക്ക് ഓരോരോ ആൾക്കാരായിരിക്കും നമുക്ക് ക്ലാസ് എടുക്കുന്നത്, ഓരോരുത്തര് സാധകന്മാര്. അത്രയും സമയം എല്ലാം മറക്കും. ക്ലാസ് ഒക്കെ നല്ല സന്തോഷാണ്. അത്രയും സമയം എനിക്ക് സമാധാനവും ഉണ്ട്. പക്ഷെ അത് കഴിയുമ്പോ വീണ്ടും ഈ പഴയ ദുരനുഭവങ്ങളെല്ലാം പിന്നെ ഇങ്ങനെ ചിന്തയിലേക്ക് പിന്നെയും കാണുന്നു. അതെന്തുകൊണ്ടാണ് എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ ഇതൊക്കെ നമ്മളുടെ ഇത് ഒരാളുടെ ക്വസ്റ്റ്യൻ അല്ല, അനുമോളുടെ ക്വസ്റ്റ്യൻ മാത്രമല്ല. ഇത് അനേകം പേര് അനുഭവിക്കുന്ന ഒരു വിഷയമാണ് ഇവിടെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. നമ്മൾ ആദ്യം മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ മെത്തേഡ്. അതായത് 5 ഇന്ദ്രിയങ്ങളെ കൂട്ടിയ ഒരു രഥമുണ്ട്. നിങ്ങൾ ഭഗവത്ഗീതയുടെ പുറംചട്ട കണ്ടു കഴിഞ്ഞാൽ 5 കുതിരകളെ കൂട്ടിയ ഒരു തേര് നമുക്ക് കാണാം. ഈ 5 ഇന്ദ്രിയങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്നത് 5 കുതിരകൾ റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മളുടെ എന്തിനെയാണ്? നമ്മളുടെ ഇന്ദ്രിയങ്ങളെയാണ്, അല്ലെ? അതിനെ, ആ കുതിരകളെ നിയന്ത്രിക്കുന്നത് എന്തോ വെച്ചിട്ടാണ്? ഒരു ചരടാണ്, കടിഞ്ഞാൻ വെച്ചിട്ടാണ്
ഈ കുതിരകളെ നിയന്ത്രിക്കുന്നത്. ഇത് നമ്മളുടെ മനസ്സാണ് എന്ന് പറയും. ഇതിൽ കൃത്യമായി നമ്മൾ ഗൈഡ് ചെയ്യുന്ന ബുദ്ധി ശ്രീകൃഷ്ണൻ അല്ലെങ്കിൽ ആ ഒരു തേരാളിയായിട്ട് നിൽക്കുന്നത് പ്രധാനമായി നമ്മുടെ ബുദ്ധിയാണ്. അങ്ങനെ ഗീതയുമായിട്ട് ബന്ധപ്പെട്ട് പറയാം. ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം എന്താണെന്ന് വെച്ചാൽ ഇതാണ്: ഈ മനുഷ്യ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം അത് പലപ്പോഴും നിരാശകളിലേക്ക് പോകും. അതിന്റെ അടിസ്ഥാന കാരണം നമ്മുടെ പാസ്റ്റാണ്. എന്ന് വെച്ചാൽ പഴയ കാലത്തെ പറ്റി നമ്മൾ ചിന്തിക്കുന്നു. ഇപ്പൊ പറഞ്ഞു പഴയ അനേക ദുരനുഭവങ്ങൾ എന്താന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് പാസ്റ്റ്. പാസ്റ്റ് ഈസ് പാസ്റ്റ്. ആദ്യം മനസ്സിനെ പഠിപ്പിക്കേണ്ടത് അതാണ്. കഴിഞ്ഞത് കഴിഞ്ഞു. ഓക്കെ, ഇനി വരാൻ പോകുന്നതിനെ എന്താക്കണം? ശ്രേഷ്ഠമാക്കണം. വരാൻ പോകുന്നത് നന്നാകണമെങ്കിൽ എന്ത് വേണം? മനസ്സ് ശാന്തമായൊരു നിലയിൽ നമ്മൾ നിലയിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകാൻ കഴിയണം. പിന്നെ മനസ്സിനെ റീപ്ലേസ് ചെയ്യാൻ പഠിപ്പിക്കണം. മനസ്സെന്ന് പറയുന്നത് ചിന്തകൾ, ആഗ്രഹങ്ങൾ, വികാരങ്ങൾ, ഇതിന്റെ സ്പന്ദന മണ്ഡലമാണ് മനുഷ്യ മനസ്സ്. ഈ കൈ എനിക്ക് കാണാൻ കഴിയും, പക്ഷെ എന്റെ മനസ്സിനെ പ്രത്യക്ഷയിൽ എനിക്ക് കാണാൻ കഴിയില്ല. അത് അനുഭവ മണ്ഡലമാണ്. ചിന്തകളും ആഗ്രഹങ്ങളും വികാരങ്ങളും സ്പന്ദിക്കുന്ന മണ്ഡലമാണ് മനുഷ്യ മനസ്സെന്ന് പറയും. മനസ്സാണ് ജീവിതത്തെ പോസിറ്റീവ് ആക്കുന്നത്, ക്രിയേറ്റീവ് ആക്കുന്നത്. മനസ്സാണ് ജീവിതത്തിൽ സുഖം നിറയ്ക്കുന്നത്. മനസ്സിന്റെ കാഴ്ചപ്പാടനുസരിച്ചാണ് ദുഃഖം ഉണ്ടാകുന്നത്. അപ്പൊ ആദ്യം മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കണം. ഈ പറഞ്ഞ കാര്യമാണ്. മനസ്സിനെ ഊർജ്ജസ്വലമാക്കാൻ പഠിക്കണം, മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കണം, മനസ്സിനെ ശക്തമാക്കാൻ പഠിക്കണം, മനസ്സിനെ ശാന്തമാക്കാൻ പഠിക്കണം, റീപ്ലേസ് ചെയ്യാൻ പഠിക്കണം. അതാണ് പഴയകാല ചിന്തകളെ പറ്റിയുള്ള ഓർമ്മകൾ ഇങ്ങനെ വരികയാണ്. എന്ത് ചെയ്യണം? റീപ്ലേസ് ചെയ്യണം. സൈക്കോളജിയിൽ ഒരു മെത്തേഡ് റീപ്ലേസ് ചെയ്യുക എന്ന് പറയും. എന്താ റീപ്ലേസ് ചെയ്യേണ്ടത്? പഴയ കാലത്ത് ഇതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രസന്റ് ആയ എന്തെങ്കിലേക്ക് നിങ്ങൾ വരിക. ഒന്നല്ലെങ്കിൽ ആ സമയം ഒരു പാട്ട് പാടുക. നിങ്ങളുടെ പാട്ട് കർണകഠോരമാണെങ്കിൽ നിങ്ങളൊരു പാട്ട് കേൾക്കുക. ഇല്ലെങ്കിൽ ഒരു ബുക്ക് ഈ എടുത്ത് വായിച്ചു നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും എഴുതുക. അതിനെ ചേഞ്ച് ചെയ്യുക എന്ന് പറയും. മൂഡ് ചേഞ്ച് ചെയ്യുക എന്ന് നമ്മൾ പറയും. കഴിഞ്ഞ തവണ നമ്മളൊരു മെത്തേഡ് ഞാൻ പഠിപ്പിച്ചിരുന്നു, അല്ലെ? ഭാര്യയും ഭർത്താവും കൂടി വഴക്കുണ്ടാക്കുമ്പോൾ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ആ മെത്തേഡ് എന്താണെന്നുള്ളത്, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്? നമ്മൾ ആ സ്ഥലത്ത് നിന്ന് മാറുക എന്നുള്ളതാണ്. കാരണം അവിടെ ഒരു ഊർജം, നമ്മൾ അറിയാത്ത ഒരു സൂക്ഷ്മ ഊർജം അവിടെ രൂപപ്പെടും. നിങ്ങൾ രണ്ടുപേരുമായിട്ട് വഴക്കിടുകയും ഇപ്പൊ നമ്മുടെയൊക്കെ വീടുകളിൽ പലപ്പോഴും പല വീടുകളിലും ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ഇടയ്ക്ക് ഒരു ചെറിയ കശപിശയൊക്കെ ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. ചട്ടിയും കലമൊക്കെ ആകുമ്പോൾ തട്ടിയും മുട്ടിയിരിക്കും. പക്ഷെ പൊട്ടരുത്. പൊട്ടാതെ നമ്മൾ നോക്കണം. നമ്മുടെ ജീവിതത്തിന്റെ ശക്തിയും ഉറപ്പും സ്ത്രീ പുരുഷ ബന്ധത്തിലാണ്. ഭാര്യയും ഭർത്താവും ഒരേ മനസ്സോടെ ജീവിക്കുമ്പോഴാണ് അത് ഉണ്ടാവുക. അശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ വളരുന്ന കുഞ്ഞുങ്ങൾ അശാന്തിയോടെ വളരും, അല്ലെ? അവർക്ക് പല പ്രയാസങ്ങളും അവർക്കുണ്ടാകും. നമ്മുടെ കുടുംബം കൂടുമ്പോൾ ഇമ്പമുള്ളതാക്കരുത്, കൂടുമ്പോൾ അടിയും ഇടിയും ഉള്ളതാക്കരുത്. എന്തെങ്കിലും ഒരു സ്വരച്ചേർച്ച ഇല്ലായ്മ വന്നാൽ ഏതാനും മണിക്കൂറുകൾ കൊണ്ടാണ് നമുക്ക് ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റണം. അതൊക്കെ മെഡിറ്റേഷൻ ഉള്ള സ്ഥലങ്ങളിലാണ് പലപ്പോഴും സംഭവിക്കുക. അപ്പൊ ഇവിടെ പറഞ്ഞത് റീപ്ലേസ് ചെയ്യാൻ പഠിക്കുക. നമുക്ക് അങ്ങനെ ആയുഷ്കാലം കഴിയുമ്പോഴൊന്നും കുഴപ്പമില്ല. പക്ഷെ അത് കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്നത് ഇങ്ങനെ വരികയാണ്. അയ്യോ, അന്ന് അവരെന്നെ ഇങ്ങനെ പറഞ്ഞില്ലേ, അന്ന് ഞാൻ അങ്ങോട്ട് മനസ്സിനെ വിടരുത്. നിങ്ങൾ പ്രസന്റിൽ മുഴുകുക. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. മനസ്സ് ചിലപ്പോൾ പോയ കാലത്തായിരിക്കും, അല്ലെ? പാസ്റ്റിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കും. എന്തെങ്കിലും ഗുണമുണ്ടോ? ഇല്ല. ഇനി ഭൂതകാലത്തെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കും. എനിക്ക് മെസ്സേജ് വായിക്കാൻ പറ്റിയില്ല, ഞാൻ നോക്കണം. പിന്നെ അപ്പം മനസ്സിനെ ഭൂതത്തിലേക്കും ഭാവിയിലേക്കും വിടാതെ വർത്തമാനത്തിൽ നിർത്താൻ നമ്മൾ പഠിപ്പിക്കണം. അപ്പൊ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് നമ്മൾ കൊടുക്കണം. പഴയകാല ചിന്തകൾ വരുമ്പോൾ അതിനെ റീപ്ലേസ് ചെയ്ത് പുതിയ ഫ്രഷ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണം, അല്ലേ? നമ്മള് ബെഡില് തുണി ആഴ്ചയിൽ അല്ലെങ്കിൽ ദിവസങ്ങളിൽ മാറ്റുന്നത് പോലെ, നമ്മൾ എന്നും കുളിച്ച് വൃത്തിയാകുന്നത് പോലെ റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുക. മനസ്സിന് പൂർവ്വജന്മത്തിന്റെ കാര്യങ്ങൾ കൊണ്ടോ ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിച്ച ചില അനുഭവങ്ങളിൽ നിന്നോ അൺകോൺഷ്യസിലോ സബ് കോൺഷ്യസിലോ ഉള്ള കാര്യങ്ങൾ ഇടയ്ക്ക് കോൺഷ്യസിലേക്ക് നമുക്ക് വരും. ദുഃഖകരമായ കാര്യങ്ങൾ വരും. റീപ്ലേസ് ചെയ്യുക. നിങ്ങളൊരു പാട്ട് കേൾക്കുക, മെഡിറ്റേഷൻ ചെയ്യുക, ആയുഷ്കല പ്രാക്ടീസ് ചെയ്യുക, ഓം ജപിക്കുക, എഴുതുക. ആ സ്ഥലത്ത് നിന്ന് നിങ്ങൾ മാറുക. അപ്പൊ ഊർജ്ജമണ്ഡലത്തിന് വ്യത്യാസം വരും. അങ്ങനെ ചെയ്തു നോക്കും. നമ്മൾ വിചാരിച്ച നടക്കാത്തതായിട്ടൊന്നുമില്ല. നമ്മൾ വിചാരിക്കണം. ഓക്കെ, താങ്ക് യു ഗുരുജി. ശരി. താങ്ക് യു. അടുത്ത ക്വസ്റ്റ്യൻ. എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? എന്തും ചോദിക്കാം, അറിയാവുന്നതാണെങ്കിൽ പറയാം. നമസ്കാരം ഗുരുജി. നമസ്തേ. കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറഞ്ഞോളൂ. ഞാനേ ഈ നമ്മള് മെഡിറ്റേഷൻ ഇത് ചെയ്യുമ്പോ കപാലഭാതി
മൂന്നാം സ്റ്റേജാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പൊ എത്ര, മൂന്നാം പാദം അത് നാലാം പാദം ചെയ്യുന്നത്? മൂന്നാം പാദം. മൂന്നാം പാദം. ശരി. മൂന്നാം പാദം ചെയ്യുമ്പോ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഇത് ചെയ്ത് കഴിയുമ്പോ നമ്മളെ മൂലാധാരവും അതേമാതിരി സഹസ്രതകളും ഒക്കെ ഒരു ഹോൾസ്, ഒരു ബ്ലാക്ക് ഹോൾസ് മാതിരി, ഒരു പൈപ്പിന്റെ ഉള്ളിൽ കുടുങ്ങിയ മാതിരി ഒരു അവസ്ഥ. നമ്മളൊരു അവിടെ ഇവിടെ തുറന്ന് കിടക്കുന്ന മാതിരി ഒരു അവസ്ഥ. എനിക്ക് ആ ഇരുട്ടത്തേക്ക് ഞാൻ ശ്രദ്ധിക്കണമെന്നുണ്ട്, പക്ഷെ ഉള്ളിൽ ഒരു ഭയം വരണം. അപ്പൊ ഈ ഗുരുജിയോട് ചോദിച്ചിട്ട്, ഗുരുവിനോട് ചോദിച്ചിട്ട് ഞാൻ അതിലേക്ക് ഒന്നും കൂടി മെഡിറ്റേഷൻ ചോദിച്ചിട്ട് ഇരിക്കാന്നുള്ള ഒരു രീതിയിൽ കാത്തിരിക്കുന്നു ഞാൻ. അപ്പോഴാണ് ഈ മീറ്റിംഗ് കണ്ടത്. അപ്പൊ ഇതിൽ ചോദിക്കാന്ന് വിചാരിച്ചു. അതൊന്ന്, ഇത് നമ്മുടെ സാധന ചെയ്യുമ്പോൾ പല അനുഭവങ്ങൾ ഉണ്ടാവും. ഈ സാധന ചെയ്യുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്നത്, നമ്മുടെ സാധനയുടെ എനർജി പോകുന്നത് പ്രധാനമായും 2 തരത്തിലാണ്. ഒന്ന്, ജന്മജന്മാന്തരങ്ങളായി നമ്മളുടെ സൂക്ഷ്മ ശരീരത്തിൽ, പ്രത്യേകിച്ച് നമ്മളുടെ എനർജി സെന്ററുകൾ, നമ്മളുടെ ഒരു മാഗ്നറ്റുകൾ, 6 മാഗ്നറ്റുകൾ, നമ്മുടെ ആസ്ട്രൽ ബോഡിയിലെ 6 ചക്രങ്ങളിൽ ജന്മജന്മാന്തരങ്ങളായി അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മനസാ വാചാ കർമ്മണ കഴിഞ്ഞ ജന്മങ്ങളിൽ നമ്മൾ ചെയ്ത ദുഷ്കർമ്മങ്ങളുടെ ഫലം നമ്മളുമായിട്ട് കണക്റ്റഡ് ആണ്. നമ്മുടെ ആസ്ട്രൽ ബോഡിയിലാണ് അതിന്റെ കാര്യങ്ങളുള്ളത്. നിങ്ങൾ സാധന ചെയ്യുമ്പോൾ അതിന്റെ വളരെ വലിയൊരു ഊർജം മാറുന്നത് ഈ പൂർവ്വജന്മ കർമ്മങ്ങളുടെ ശുദ്ധീകരണത്തിനായിട്ട് അത് പോകും. 1. 2, അടുത്ത അതിന്റെ എനർജി തരം പ്രവർത്തിക്കുന്നത് ശുദ്ധീകരിക്കുകയും ഒപ്പം അതിനെ ഉയർത്തുകയും ചെയ്യും. ആ ചക്രങ്ങളെല്ലാം ശുദ്ധീകരിച്ചിട്ട് അതിനെന്ത് ചെയ്യും? അതിനെ അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഈ എനർജി പ്രവഹിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ഈ പറഞ്ഞ ബോധത്തിന്റെ പല തലങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മനസ്സിലാവുമെന്ന് അറിയില്ല. നിങ്ങൾ ഈ കാണുന്ന ഈ പ്രപഞ്ചത്തെ ഇപ്പൊ കാണുന്ന ഒരു ബോധമുണ്ട്. പക്ഷെ നിങ്ങൾ നല്ലൊരു ഇൻറ്റ്യൂഷനിക് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഈ പ്രപഞ്ചത്തെ കാണുന്ന ബോധത്തിന് വ്യത്യാസമുണ്ട്. നമുക്ക് അതിലേക്ക് പിന്നീട് വരാം. എന്നതുപോലെ തന്നെ നമ്മുടെ ഈ ബോധത്തിന്റെ പല തലങ്ങൾ എന്നതുപോലെ തന്നെ മനസ്സിന്റെ പല തലങ്ങളിൽ, നമ്മൾ ആസ്ട്രൽ ബോഡിയുടെ പല തലങ്ങളിൽ ഉള്ള പല കാര്യങ്ങൾ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ മനോമയ കോശത്തിന്റെ ഉള്ളിൽ ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള പല കാര്യങ്ങൾ ഉണ്ടാവും. അവിടുത്തെ അനുഭവങ്ങൾ, പോസിറ്റീവും നെഗറ്റീവും ഒക്കെ. ഇതൊക്കെ ധ്യാനം ചെയ്യുമ്പോഴൊക്കെ ഇടയ്ക്കൊക്കെ ചിലതൊക്കെ ഉയർന്നു വരും. പാലാഴി മഥനത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലേ? പാലാഴി മഥന സമയത്ത് ആദ്യം തന്നെ അമൃതകുംഭമാണോ കിട്ടിയത്? അല്ല. അല്ലെ? ഐരാവതം വന്നു, മഹാലക്ഷ്മി വന്നു, വളരെ വിശിഷ്ടമായിട്ടുള്ള വസ്തുക്കള് മന്ധരപർവ്വതത്തെ വാസുകിയെ കയറാക്കിക്കൊണ്ട് കടഞ്ഞ സമയത്ത്, ദേവന്മാരും അസുരന്മാരും കടഞ്ഞ സമയത്ത് പാലാഴിയിൽ നിന്ന് പലതും വന്നു, നല്ല വസ്തുക്കൾ വന്നു. അവസാനം അമൃതകുംഭം വരുന്നതിന് മുമ്പ് എന്താ വന്നത്? കാളകൂടവിഷം വന്നു. മനസ്സിലായില്ലേ? കാളകൂടവിഷം ആർക്കും സ്വീകരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ കാരുണ്യത്തിന്റെ മഹാസാഗരമായ പരമശിവൻ വന്ന് കാളകൂടവിഷത്തെ അദ്ദേഹം സ്വീകരിച്ചു. അങ്ങനെ അദ്ദേഹം നീലകണ്ഠനായി എന്നാണ് പുരാണ കഥ. എന്നതുപോലെ ഇതൊരു മഥനമാണ്, ഇതൊരു കടയലാണ്. നിങ്ങളുടെ ഉള്ളിലേക്കുള്ള ഇന്നർ എഞ്ചിനീയറിംഗ് ആണ്. ഇന്നറായി നിങ്ങളെ ഓപ്പറേഷൻ ചെയ്യുന്നതാണ് ഈ ടെക്നിക്കൽ. അപ്പൊ നിങ്ങളുടെ ഉള്ളിലുള്ള പല നെഗറ്റീവിനെയും ഇത് ചെകഞ്ഞെടുത്തുകൊണ്ട് വരും. ഒരു സോഡ പൊട്ടിക്കുമ്പോൾ ധാരാളം കുമിളകൾ വരും, അല്ലെ? പക്ഷെ ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ കുമിള നിന്നു പോകും. എന്ന പോലെ മെത്തേഡുകൾ ചെയ്ത് നമ്മൾ ആഴത്തിലേക്ക് പോകുമ്പോൾ പല വാസനകൾ, നല്ലതും ചീത്തതും ഒക്കെ ആയിട്ടുള്ള വാസനകൾ വന്നുകൊണ്ടിരിക്കും. പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള വികാരമൊക്കെ ഇടയ്ക്ക് വരും. ജസ്റ്റ് അതിനെ ഒന്ന് ഒബ്സർവ് ചെയ്യുക, അത് വന്നു പോകും. ഓക്കെ. ഇതേപോലെ ചിലർക്ക് പ്രകാശത്തിലേക്ക് പോകുന്ന അനുഭവം ഉണ്ടാകും, ചിലർക്ക് വലിയൊരു ഇരുട്ടിലേക്കാണ്. ഈ പ്രപഞ്ചത്തിന്റെ ആദ്യ സൃഷ്ടിയിൽ ഒരു ഋഷി ഉണ്ടായിരുന്നു എന്നാണ് പേര്. അദ്ദേഹത്തിന്റെ പേര് ദീർഘതമസ് എന്നാണ്. ദീർഘതമസ് എന്ന് വെച്ചാൽ, ദീർഘതമസ് എന്ന് വെച്ചാൽ എന്താ? ഫുള്ളിരുട്ടാണ്, ദീർഘമായിട്ടൊരു തമസ്സാണ്. അതിനെപ്പറ്റി ഒരുപാട് പറയാനുണ്ട്. അപ്പൊ ഇതിലേക്ക് വന്നു കഴിഞ്ഞാല് ഇതിപ്പോ ചെയ്യുമ്പോൾ പല അനുഭവങ്ങളും ഉണ്ടാകാം. ജസ്റ്റ് ഇരുട്ടാണെങ്കിൽ ഇരുട്ടിനെ ആസ്വദിക്കുക. ഇരുട്ട് വരുമ്പോൾ നമ്മൾ അവിടെ ഒരു ടോർച്ചടിക്കുക. നിങ്ങളൊരു ആ ഇരുട്ടിൽ നിങ്ങളൊരു വെളിച്ചം. ഓക്കെ, നമസ്തേ. അപ്പൊ അത് മാറിക്കൊള്ളു. അതൊക്കെ സാധനാ സമയങ്ങളിൽ ഉണ്ടാകുന്ന പല അനുഭവങ്ങളാണ്. ജസ്റ്റ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പോവുക. അത് കുറെ കഴിയുമ്പോൾ അത് മാറി വന്നോളൂ. തമസാണെങ്കിൽ തമസിനെ നോക്കുക. ഇത് നമ്മളവിടെ ഒരു പ്രകാശം കാണുക. പ്രകാശമാണെങ്കിൽ പ്രകാശത്തെ ആസ്വദിച്ച് പോവുക. ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് മാറിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ എല്ലാം ശുദ്ധീകരണ പ്രക്രിയയുടെ ഭാഗമാണെന്ന് പറയുക. ഓക്കെ, ശരി. നമസ്കാരം ഗുരുജി. ഓക്കെ ഓക്കെ. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? 10 മണിക്ക് നിർത്തും. മറ്റേ ഗുരുജി, നമ്മള് ആയുഷ്കാല 2 ചെയ്യാൻ തുടങ്ങിയിട്ട് 30 ദിവസം ആവുന്നുണ്ട്. അപ്പൊ ഇപ്പൊ അടുത്തത് 3ാം സ്റ്റേജ് അല്ലേ? 2 കഴിഞ്ഞാൽ 3 ചെയ്യാം. അപ്പൊ ആ ഗ്രൂപ്പിലേക്ക് മെസ്സേജ് ഇട്ടാൽ കോർഡിനേറ്റർ ഷാജി സാറ് 3ലേക്ക് ആക്കിക്കോ. ഓക്കെ.
ആ, നിങ്ങൾ മിനിമം ഓക്കെ. ലെവൽ 1 ആണെങ്കിലും 2 ആണെങ്കിലും ഒരു 30 ഡേയ്സ് ഒക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകണമെന്ന് തോന്നിയാൽ കോർഡിനേഷനുള്ള ഷാജി സാറിനെ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ലെവലുകളിലേക്ക് കൊണ്ടുപോകും. ഓക്കെ, നന്നായിട്ട് അത് പ്രാക്ടീസ് ചെയ്തിട്ട് 30 ദിവസമെങ്കിലും മിനിമം ചെയ്തിട്ട് വേണം പോകാൻ. ധ്യാനത്തിന്റെ നിർവചനം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. നല്ലൊരു ചോദ്യം. ധ്യാനത്തെ പറ്റി അനേക നിർവചനങ്ങളുണ്ട്. ധ്യാനം നിർവിഷയമന, ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു നിർവചനമാണ് ധ്യാനം. നിർവിഷയമന എന്ന് പറഞ്ഞാൽ എന്താ? നിർവിഷയം, മനസ്സിനെ നിർവിഷയമാക്കുക എന്ന് വെച്ചാൽ എല്ലാ വിഷയങ്ങളിൽ നിന്നും മനസ്സിനെ ഒഴിച്ചിടുക. ഒരു മുറിയിൽ ഒരുപാട് വസ്തുക്കൾ ഇരിപ്പുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു? മുറി ശൂന്യമാക്കാൻ പോവുകയാണ്. ഫാൻ ഉണ്ട്, AC ഉണ്ട്, കൂളർ ഉണ്ട്, കമ്പ്യൂട്ടർ ഉണ്ട്, ലാപ്ടോപ്പ് ഉണ്ട്, അലമാരി ഉണ്ട്. അപ്പൊ ഇതെല്ലാം അതിന്റെ അകത്തുള്ള വസ്തുക്കളാണ്. അപ്പൊ മുറി ശൂന്യമാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഈ വസ്തുക്കളെ, ഫാനിനെയും AC-യെയും അലമാരിയെയും ഒക്കെ എടുത്ത് മുറിക്ക് പുറത്താക്കുക എന്നുള്ളതാണ്. എന്നതുപോലെ മനുഷ്യന്റെ ഉള്ളിൽ അനേക ചിന്തകളും ആഗ്രഹങ്ങളും ഇമോഷൻസും ഒക്കെ ഉണ്ട്. ഈ ധ്യാനം ഇതിനെ ശൂന്യമാക്കുന്നു. അതാണ് നിർവിഷയമാക്കുക. വിഷയം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളിലൂടെ ആണ് വിഷയം ഉണ്ടാകുന്നത്. വിഷയീഭവിക്കുന്നതാണ് വിഷയം. കണ്ണ് കാഴ്ച എന്ന വിഷയത്തെ തരുന്നു, ചെവി കേൾവി എന്ന അനുഭവത്തെ തരുന്നു, അല്ലെ? അപ്പൊ അതിനെല്ലാം നിരോധിക്കലാണ് ധ്യാനം. നിർവിഷയമന എന്ന് വെച്ചാൽ അതിൽ നിന്നെല്ലാം വിഡ്രോ ചെയ്ത് നമ്മുടെ ഉള്ളിലെ പരമാത്മാ ആനന്ദത്തിൽ, ചൈതന്യത്തിൽ ലയിച്ചിരിക്കുന്ന അവസ്ഥയാണ് ധ്യാനം. അതിന്റെ ഏറ്റവും പാരമാർത്ഥിക തലാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ കണ്ണടച്ചിരിക്കുമ്പോഴേ ഇതെല്ലാം പോകണമെന്നില്ല ആദ്യഘട്ടം. പക്ഷെ ഏറ്റവും ടോപ്പിലേക്ക് പോകുമ്പോൾ നിർവിഷയമാകും. ഒന്നല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്നത് ഈശ്വരന്റെ ബ്ലെസ് ആയിരിക്കും. മറ്റൊന്നും നമ്മുടെ ശരീരത്തെ മറക്കും, മനസ്സിനെ മറക്കും, നമ്മളെ ടെൻഷൻസ് മറക്കും. ഒരു പുഞ്ചിരിയോടുകൂടി, അതാണ് നമ്മൾ ആയുഷ്കല ചെയ്യുമ്പോൾ പറഞ്ഞിട്ടില്ലേ, പുഞ്ചിരിയോട് നിങ്ങൾ ഇരിക്കണം. അത് ആ ഉള്ളിലേക്ക് അത് പടരും. അപ്പൊ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിർവചനം എന്ന് പറഞ്ഞാൽ എല്ലാത്തിൽ നിന്നും വിഡ്രോ ചെയ്ത് ഒന്നിലേക്ക്, ഈശ്വരനിലേക്ക്, ആനന്ദത്തിലേക്ക്, അനുഭൂതിയിലേക്ക്, വെളിച്ചത്തിലേക്ക് പോകാൻ. ധ്യാനം നിർവിഷയമന. അതിന് ഒരുപാട് അതിനെപ്പറ്റി വ്യാഖ്യാനങ്ങൾ പറയാനുണ്ട്. ഓക്കെ, ശരി. നമസ്തേ ഗുരുജി. ഇവിടെ ചോദിക്കാൻ പാടുണ്ടോന്ന് അറിയില്ല. ശിവപ്രാണക്രിയ ചെയ്യുന്ന സമയത്തെ നമുക്ക് സമയം കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മൾ ഈ 3 മിനിറ്റാ പറയുന്നത്. അപ്പൊ ആദ്യത്തെ 2, 3, 4 സ്റ്റെപ്പൊക്കെ 3 മിനിറ്റ് ഇരിക്കാൻ പറ്റുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ വശീലൊക്കെ എത്തിക്കഴിഞ്ഞാല് നമുക്ക് പറ്റുന്നില്ല. അത് 10-20 മിനിറ്റ് ആയി പോവാ. നമുക്കാണെന്ന് 6 മണിക്ക് യോഗ സെന്ററിൽ എത്തും വേണം. അപ്പൊ അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ വരുന്നു. അത് നല്ലതല്ലേ? യഥാർത്ഥത്തിൽ നല്ലതാണ് അല്ലേ? പക്ഷെ നമുക്ക് ജോലിക്ക് പോകാനുള്ള അതെന്താന്ന് വെച്ചാൽ ധ്യാനത്തിന്റെ ഒരു 8ാം തലം ചെയ്യുന്ന ഗുരുജി, വോയിസ് കുറവാണോ അല്ലെ ഇവിടുത്തെ പ്രോബ്ലം ആണോ? വോയിസ് ഇവിടെ കുറച്ച് കുറവായി തോന്നുന്നു. നിങ്ങൾക്ക് വോയിസ് ക്ലിയർ ആണോ? എനിക്ക് എല്ലാം കറക്റ്റ് ആണ്. അപ്പൊ വോയിസ് ക്ലിയർ ആണ്, പക്ഷെ അതിന്റെ സാറിന്റെ റേഞ്ചിന്റെ ഇഷ്യൂ ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ഇപ്പൊ പെട്ടെന്നാണ് വോളിയം കുറഞ്ഞത്, അതുകൊണ്ടാ സംശയം പറഞ്ഞത്. ഓക്കെ സാർ. അപ്പോ ഇതിപ്പോ 8ാം തലത്തിലെ 2ാം ഘട്ടം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളുടെ അനുഭവമാണ് പറഞ്ഞത്. കാരണം അതില് ശിവപ്രാണക്രിയ എന്ന് വിളിക്കുന്ന ഒരു അതുല്യമായൊരു ക്രിയയുണ്ട്. എന്ന് വെച്ചാൽ നമ്മളെ അഗാധമായ ധ്യാനത്തിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ ധ്യാനം ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കും എത്ര മണിയായി, അയ്യോ അരമണിക്കൂർ കഴിഞ്ഞോ, അയ്യോ അരമണിക്കൂർ ധ്യാനം ചെയ്യണമല്ലോ. നിങ്ങളൊരു സ്റ്റേജ് കഴിഞ്ഞാൽ ഒരു 2, 2.5, 3 മണിക്കൂർ സ്വാഭാവികമായ മെഡിറ്റേഷൻ ആയിരിക്കും. ഇപ്പൊ നമ്മൾ ധ്യാനത്തിന് വേണ്ടിയുള്ള പരിശീലനമാണ്, മാർഗത്തിലാണ് നമ്മൾ. കുറച്ചു കഴിയുമ്പോൾ ആ ലക്ഷ്യത്തിൽ നമ്മൾ ചേരും. എന്ന് വെച്ചാൽ ഇതെല്ലാം നിർവിഷയ മന എന്ന അവസ്ഥയിലേക്ക് പോകും. ആ അവസ്ഥ വന്നവർക്കാണ് ഇത് എത്ര മണിക്കൂറാണ് പോകുന്നത് നമുക്ക് പിടികിട്ടില്ല. ശിവപ്രാണക്രിയ എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ ശിവനാകുന്ന എനർജി നിറഞ്ഞുകൊണ്ടിരിക്കും. ടൈം പോകുന്ന അറിയില്ല. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത് 3 ഡയമെൻഷനിലാണ് അല്ലെ? നീളം, വീതി, ഉയരം എന്നൊക്കെ പറയുന്നത് പോലെ ത്രിമാന ഡയമെൻഷനിലാണ് നമ്മൾ ഈ ലോകത്തെ മുഴുവൻ കാണുന്നത്. ഇതിന് അനേക ഡയമെൻഷനുകൾ നമ്മുടെ ലോകത്തിലുണ്ട്. ഇനി ഋഷികൾ പറയുന്നത് ഇപ്പോ 5G വന്നിട്ടുണ്ട് അല്ലെ? നമ്മൾ നേരത്തെ 2G ആയിരുന്നു, 3G ആയിരുന്നു, 4G ആയി, ഇപ്പൊ 5G ആയി. ഇനി ഈ പ്രപഞ്ചത്തിൽ 5G സംഭവിക്കാൻ പോവുകയാണ്. അതായത് അന്യഗ്രഹങ്ങളിൽ നിന്നുള്ള അല്ലെങ്കിൽ സൂക്ഷ്മ ലോകങ്ങളിലുള്ള കണക്ഷൻ ഭൂമിയുമായിട്ട് വളരെയധികം ശക്തമാകും വരുന്ന വർഷങ്ങളിൽ. 2031, 2052 വർഷങ്ങളിൽ മഹാപരിവർത്തന യുഗം എന്നാണ് വിളിക്കുക. നിങ്ങൾ പണ്ട് പുരാണത്തിലൊക്കെ കേട്ടിട്ടില്ലേ? രംഭ, മേനകയൊക്കെ ഇവിടെ വന്ന് ഡാൻസ് കളിച്ചിട്ട് പോയിട്ടുണ്ട്. നാരദ മഹർഷി വരുന്നതിനെ പറ്റി നമ്മൾ പുരാണങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഭൂമിയിലുള്ളവരിടയ്ക്ക് സ്വർഗലോകത്ത് പോയി, അർജുനനൊക്കെ സ്വർഗത്ത് പോയിട്ടൊക്കെ വന്ന കഥ. നമ്മൾ മരിച്ചിട്ടാണ് ഓണസ് എന്നാണ് വിചാരിക്കുക അല്ലെ? അന്യലോകങ്ങളായി
സൂക്ഷ്മ ലോകങ്ങളുമായിട്ട് നമുക്ക് കണക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ കലികാല ആരംഭത്തോടെ നമുക്കത് നഷ്ടപ്പെട്ടു. കാരണം മനുഷ്യന്റെ തേർഡ് ഐ അടഞ്ഞുപോയി. നമ്മുടെ ഉള്ളിൽ 2 കണ്ണുകൾ ഈ ലോകത്തെ കാണിച്ചു തരുന്നതാണ്. നമ്മുടെ ഉള്ളിൽ 3-ാം കണ്ണുണ്ട്, തേർഡ് ഐ, ആസ്ട്രൽ ഐ, ശിവനേത്രം എന്ന് പറയും. ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നത് ആസ്ട്രൽ വേൾഡിനെയാണ്. ആസ്ട്രൽ ഇതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇനി വരുന്ന തലമുറ, അതായത് ഇനി ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ ഭാരതത്തിൽ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജന്മനാ തന്നെ തേർഡ് ഐ ആക്ടിവേഷൻ ഉള്ളവരായിരിക്കും. കാരണം അതുപോലെയുള്ള അച്ഛന്റെയും അമ്മയുടെയും ധ്യാനം ചെയ്യുന്ന അച്ഛന്റെയും അമ്മയുടെയും മക്കളായിട്ടുള്ളവർ വരും. അതായത് ഉയർന്ന ലോകങ്ങളിൽ നിന്ന് പല തരത്തിലുള്ള ഉന്നതാത്മാക്കൾ ഭൂമിയിൽ ഒരു മിഷന്റെ ഭാഗമായിട്ട് അവർ ജന്മമെടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇത്തരത്തിലുള്ള വലിയ കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ പറയുന്ന ഈ അനുഭവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ധ്യാനത്തിന്റെ അഗാധ അനുഭവത്തിൽ സംഭവിക്കുന്നതാണ്. അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കണ്ണടക്കി ഒന്ന് തുറക്കുക. പണ്ട് ശ്രീരാമകൃഷ്ണ പരമഹംസര് സമാധി ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നതിനിടയിൽ സമാധിയിലേക്ക് പോകും. ശിവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴും സമാധിയിലേക്ക് പോകും. അപ്പൊ ഏതെങ്കിലും ശിഷ്യൻ ചെന്ന് ഇങ്ങനെ കൈ ഇങ്ങനെ അനക്കും, ഇങ്ങനെ അനക്കിയൊക്കെ കഴിക്കുമ്പോഴാണ് പുള്ളി ഈ ബോഡി കോൺഷ്യസ് ആയിട്ട് തിരിച്ചു വരുന്നത്. അങ്ങനെ പല യോഗികൾക്കും സംഭവിക്കാറുണ്ട്. അപ്പൊ ഇത് നമ്മളുടെ ഒരു ആസ്ട്രൽ തലത്തിലേക്ക് മനസ്സിന്റെ വളരെ ഉയർന്ന അവസ്ഥയിലേക്ക് പോകുന്നത് കൊണ്ട് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് ധ്യാനം ചെയ്യുക. ഒരു 3 മുതലൊക്കെ എഴുന്നേറ്റിട്ട് 4, 5, 6 വരെയൊക്കെ ചെയ്യാം. ഇടയ്ക്ക് നമ്മളൊന്ന് കോൺഷ്യസ് ആവുക ഇതേപോലെ. പക്ഷെ നല്ല അനുഭവമാണ്, ഉയർന്ന ഒരു അനുഭവ തലമാണ്. ഓക്കെ, നിങ്ങളും 1, 2, 3 ഉള്ളവരൊക്കെ ആ ലെവലിലേക്ക് എത്തണം. 8-ാം തലം, 2-ാം ഘട്ടം അതെത്തും. ഓക്കെ, നമ്മൾ ഈ 3-ാം കണ്ണ് എന്നൊക്കെ പറയുന്നത് സാറ് പീനിയൽ ഗ്ലാൻഡ് അല്ലേ? പീനിയൽ ഗ്ലാൻഡ് അത് നമ്മൾ ഫിസിക്കൽ ബോഡിയിലല്ലേ പീനിയൽ ഗ്ലാൻഡ് ഒക്കെ ആയിട്ട് നമ്മൾ പറയുന്നത്? ഫിസിക്കൽ ബോഡിയിലല്ലേ? നമ്മൾ ചെന്ന് പീനിയൽ ഗ്ലാൻഡിനെ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ 3-ാം കണ്ണ് കാണാൻ പറ്റുമോ? അനാഹത ചക്രം എന്ന് പറഞ്ഞാൽ നെഞ്ചിന് മധ്യയാണ് ഫിസിക്കൽ ബോഡിയിൽ. ഈ നെഞ്ച് കീറി നോക്കിയാൽ അനാഹത ചക്രം കാണാൻ പറ്റുമോ? ഇല്ല. അതിന്റെ പൊസിഷൻ നമ്മൾ പീനിയൽ ഗ്ലാൻഡിന്റെ സ്ഥാനമാണെന്ന് പറയുന്നു. പക്ഷെ ഫിസിക്കൽ ബോഡിയിലല്ല, ആസ്ട്രൽ ബോഡിയിലാണ്. ഇതെല്ലാം ചക്രാസ് എല്ലാം ആസ്ട്രൽ ബോഡിയിലാണ്. അതിനെപ്പറ്റി വിശദമായി പിന്നീട് പഠിക്കും. പിന്നെ ഡിസംബർ മാസം 18, 19, 20 പിന്നീട് ഡിക്ലെയർ ചെയ്യും വിശദമായിട്ട്. നമ്മുടെ വലിയൊരു ക്യാമ്പ് നടക്കുന്നുണ്ട്. ആലപ്പുഴ ജില്ലയിൽ വെച്ചാണ് നടക്കുന്നത്. 3 days റെസിഡൻഷ്യൽ ക്യാമ്പാണ്. അതിൽ നമ്മുടെ എല്ലാ ലെവലിലുമുള്ള ആൾക്കാർക്ക് പങ്കെടുക്കാൻ പറ്റുന്ന ഒരു വലിയൊരു ക്യാമ്പുണ്ട്. ആലപ്പുഴ ജില്ലയിലെ ചരൽക്കുന്ന് എന്ന് പറയുന്ന, ആലപ്പുഴയാണ് ഭാസ്കര സാർ പോയത്. ചരൽക്കുന്ന് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് പ്രോഗ്രാം. ഡിസംബർ 18, 19, 20. അത് ആകെ 200 സീറ്റുകളാണ് നിലവിലുള്ളത്. അതാ ഒരു 1-1.5-2 മാസത്തിനുള്ളിൽ അതിന്റെ കാര്യങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പിൽ വരും. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പങ്കെടുക്കാം. എല്ലാ താമസ സൗകര്യവും ഫെസിലിറ്റീസും ഉണ്ട്. അതിനൊരു ക്യാമ്പ് ഫീ കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഓഡിറ്റോറിയത്തിനൊക്കെ വാടക കൊടുക്കണം. ആയുഷ്കല ഫ്രീ ആയിട്ടൊക്കെയാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ വേറെ സ്ഥലത്ത് നമ്മൾ എടുക്കുമ്പോൾ ഇത് കൊടുക്കണം. അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ ഡിക്ലെയർ ചെയ്യും 1.5 മാസത്തിനുള്ളിൽ. അപ്പൊ താല്പര്യമുള്ളവർക്കൊക്കെ ആ ക്യാമ്പുകളിൽ പങ്കെടുത്താൽ നല്ല നല്ല അനുഭവങ്ങൾ, പല പല അനുഭവങ്ങൾ ഉണ്ടാകും. അതേപോലെ ഇനി പല സ്ഥലങ്ങളിലും റെസിഡൻഷ്യൽ ക്യാമ്പുകൾ, 1 day, half day ക്യാമ്പുകളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളെല്ലാം ഗൂഗിൾ മീറ്റിലാണ് കാണുന്നത്. നമുക്ക് എല്ലാവർക്കും നേരിൽ കാണാനായിട്ട് അത്തരത്തിലുള്ള ക്യാമ്പുകൾ നമ്മളെ സഹായിക്കും. ഓക്കെ, സന്തോഷം. അപ്പോൾ സമയം 10 മണിയായി. നമ്മളുടെ നിശ്ചിത സമയം കഴിഞ്ഞു. വളരെ സന്തോഷം. 150-150ഓളം പേര് ഇന്ന് പങ്കെടുത്തു. അപ്പൊ ഇടയ്ക്ക് നമുക്ക് ഇത്തരത്തിലുള്ള വിഷയങ്ങളുമായി നന്നായിട്ട് കാണാം. ചെയ്യുക. മഹാദേവന്റെ എല്ലാ नमस्ते गुरुजी। നമസ്തേ ഗുരുജി. नमस्ते गुरुजी। नमस्ते नमस्ते गुरुजी। നമസ്തേ ആചാര്യ. നമസ്തേ ഗുരുജി. നമസ്തേ ഗുരുജി. നമസ്തേ.